മക്കളെ, വെൽക്കം. ചെയ്യേണ്ടേ, എല്ലാവരും വേഗം ഈ ലൈവ് സെഷനിൽ ജോയിൻ ചെയ്ത് എല്ലാ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ ജോയിൻ ചെയ്യാൻ പറയാം. എന്നാലും എല്ലാവർക്കും കൂടെ നല്ല മാർക്ക് കിട്ടുള്ളൂ നാളത്തെ എക്സാമിന്. അപ്പോൾ നമുക്ക് ഒരു വാട്സപ്പ് ചാനൽ ഉണ്ടല്ലോ മിസ്സേ, അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് എല്ലാവരും ജോയിൻ ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ചിലപ്പോൾ മിസ് ചെയ്തവരോ അല്ല പകുതിക്ക് വെച്ച് കയറിയാലോ നിങ്ങൾക്ക് സ്ലൈഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം അത് ഷെയർ ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ ഇട്ട ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ കുറേ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓൾറെഡി എക്സാം പാറ്റേൺ എന്താണെന്ന് അറിയാം. എന്നാലും നാളത്തെ എക്സാമിന് മുമ്പ് നമുക്ക് എക്സാം പാറ്റേൺ എന്താണെന്ന് നോക്കിയാലോ. എന്താ മിസ് എക്സാം പാറ്റേൺ? എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് 30 മാർക്സിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അതിന് 2 hours ആണ് നമ്മുടെ എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. അതിൽ 15 minutes നമുക്ക് കൂൾ ഓഫ് ടൈം ആണ്. നമുക്ക് ടോട്ടൽ 8 ആക്ടിവിറ്റീസ് ആണ് എക്സാമിനുള്ളത്. അതിൽ നമ്മൾക്ക് എത്ര എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി? 6 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എങ്ങനെയാണ് മിസ്സേ? അപ്പോൾ ഇതൊക്കെ തേർഡ് ചാപ്റ്ററിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ടേം 1ഉം 2ഉം നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് ടേമിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്, ആൾജിബ്ര, പേഴ്സൺസ്, ഡാറ്റ പിക്ചേഴ്സ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് തേർഡ് ടേമിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മുടെ ഫസ്റ്റത്തെ ഒരു സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്തിരുന്നത് അമൃത് മിസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനും വിദ്യാഭ്യാസം കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ത്രൂ ഔട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, നല്ലോണം ഇരിക്കുക. അമൃത് മിസ്സിന്റെ ക്ലാസ്സിൽ നല്ലോണം ഇരിക്കുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻസിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കാം. അതിനൊരു പെന്നും പെൻസിലും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് കോമ്പസ്, പ്രൊട്രാക്ടർ, നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അല്ലേ, നമ്മുടെ മാത്തമാറ്റിക്സിന് ആവശ്യമായ ഡ്രോയിങ്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കോമ്പസ്, പെൻസിൽ, റൈസർ ആൻഡ് എന്താണ് പെൻ, എവറിത്തിങ്. അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടല്ലോ. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്താലും നമ്മളത് പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് മാത്രമേ ഫിഗേഴ്സ് വരയ്ക്കാവുള്ളൂ. എന്ത് കാര്യത്തിനും ഒരു വർക്കിംഗ് കോളം ഉണ്ടായിരിക്കണം. നിങ്ങൾ എക്സാമിന് എന്ത് ഡൗട്ട് വന്നാലും വർക്കിംഗ് കോളത്തിൽ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ എക്സാമിന് എഴുതാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ചാപ്റ്റർ 10 ആണ് അല്ലേ. ചാപ്റ്റർ 10 എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കുക, അത് മിസ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഹലോ, ഗുഡ് ഈവനിങ്. ഹായ് മാം. ഓക്കെ, ഹായ്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 10 ആണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ ബിലോ? തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് BH ആണല്ലേ. ഏരിയ ഈക്വൽ ടു എന്താണ്? ഹാഫ് BH ആണ്. ഹാഫ് BH എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ നിൽക്കുന്ന ട്രയാങ്കിളിൻ്റെ കേസിൽ ബേസ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ബേസ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണെന്ന് തന്നേക്കുന്നത്? 9 cm. സോ ബേസ് ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്? 9 cm. നമ്മളെപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതാം അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഏരിയയാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ എഴുതി. ഇനി അതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ബേസ് തന്നിട്ടുണ്ട് 9 cm. അതുപോലെ തന്നെ ഹൈറ്റ് നമുക്കറിയാം. ഹൈറ്റ് കൂടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. എന്താണ് ഹൈറ്റ് തന്നിരിക്കുന്നത്? 4 cm അല്ലേ. അപ്പോൾ ബേസും ഹൈറ്റും കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഏരിയയുടെ ഫോർമുലയിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു എത്ര വന്നു? 9 × 4. 9 × 4 ഇത് എത്ര വന്നു? ഹാഫ് ഇൻറ്റു 9 × 4 എന്ന് പറയുന്നത് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം അല്ലേ. ഈ 2 എന്ന് പറയുന്നതിനെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 9 × 2 എന്ന് വരും. ദാറ്റ് മീൻസ് 18. ദാറ്റ് മീൻസ് 18 എന്ന് കിട്ടും. 18 എന്നാണ് ആൻസർ കിട്ടിയത്. വെരി ഗുഡ്. ഹായ്, ഹാഫ് BH ഫോർമുല മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, അത് കറക്റ്റാണ്. അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 18 ആണ്. എല്ലാവർക്കും അതിൻ്റെ ആൻസർ കിട്ടിയോ എന്ന് നോക്കണേ. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഏരിയ ആണ്. നമ്മളെപ്പോഴും
അറിയാം നമുക്ക് എന്താണ് ചോദിച്ചേക്കുന്നത്, ആ ക്വസ്റ്റ്യൻ്റെ ചോദിച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ യൂണിറ്റ് മെൻഷൻ ചെയ്യണം അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ഏരിയ ആണ്, ഏരിയയുടെ യൂണിറ്റ് എന്താണ്, സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ആ സ്ക്വയർ സെൻറ്റിമീറ്റർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് കുറയും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിൻ്റെ യൂണിറ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം ആൻസറിൽ, ഫൈനൽ ആൻസറിൽ യൂണിറ്റ് മെൻഷൻ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പകുതി മാർക്ക് അവിടെ പോകും. ഓക്കെ, ഇവിടെ സെൻറ്റിമീറ്ററിലാണ് ദാ ഇവിടെ എല്ലാം തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. ഏരിയയുടെ കേസ് വരുമ്പോൾ സ്ക്വയർ ആണ്, അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയയുടെ യൂണിറ്റ്. ഓക്കെ, അത് ഓർത്തിരുന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് എന്നാ തന്നിരിക്കുന്നത്, ഇതാ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 18 സ്ക്വയർ സെൻറ്റിമീറ്റർ, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ദെൻ നെക്സ്റ്റ്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, ഈ സെയിം ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. ഈ സെയിം ഏരിയ അതായത് 18 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് 1 ആംഗിൾ ഗ്രേറ്റർ ദാൻ എ റൈറ്റ് ആംഗിൾ. അതായത് ഒരു ട്രയാങ്കിൾ, തേർഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചേക്കുന്നത് എന്താണ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ സെയിം ഏരിയ വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കിളോടെ വരയ്ക്കണം. പക്ഷേ ആ ട്രയാങ്കിൾ എന്തായിരിക്കണം, ഒരെണ്ണം ഗ്രേറ്റർ ദാൻ റൈറ്റ് ആംഗിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ഡ്രോ എ ട്രയാങ്കിൾ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. സെയിം ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നിരിക്കുന്നത്, ബേസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ എന്നും ഹൈറ്റ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്നും നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ബേസ് 9 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ബേസ് 9 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 9 സെൻറ്റിമീറ്റർ ആണ്. അതിനുശേഷം പ്രൊട്രാക്ട് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മളോട് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞേക്കണം അല്ലേ. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസിൽ എന്താണ്, നമുക്ക് 90 ഡിഗ്രി വരേണ്ടത്. അപ്പം ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു എൻഡിൽ 0 മെൻഷൻ ചെയ്യുന്ന രീതിയിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം, 90 ഡിഗ്രി മാർക്ക് ചെയ്യണം അല്ലേ. 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിൽ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. 4 സെൻറ്റിമീറ്റർ ദാ ഇവിടം വരെയാണെങ്കിൽ അതാണ് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അതിന് ശേഷം ദാ ഈ 4 സെൻറ്റിമീറ്ററും ഈ 9 സെൻറ്റിമീറ്ററും തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ റിക്വയർഡ് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ക്ലിയർ ആയില്ലേ, ദാ ഇതുപോലെ ഇരിക്കും ഫിഗർ. ഓക്കെ അല്ലേ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൊട്രാക്ടറിൽ മെൻഷൻ ചെയ്ത് മാർക്ക് ചെയ്ത് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ആ ആംഗിൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ക്ലിയർ ആയില്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, ക്ലിയർ ആയോ എന്ന് നോക്കണം. ഓക്കെ, വെരി ഗുഡ്, യൂണിറ്റ് മെൻഷൻ ചെയ്തേക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആംഗിൾ വരയ്ക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, അത് ഒന്നോടെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് 1 ആംഗിൾ ഗ്രേറ്റർ ദാൻ റൈറ്റ് ആംഗിൾ. ഒരു റൈറ്റ് ആംഗിളിനേക്കാൾ വലുതായിട്ടുള്ള ആംഗിളുള്ള ഒരു ട്രയാങ്കിളാണ് നെക്സ്റ്റ് വരയ്ക്കേണ്ടത്. അതായത് നമുക്ക് ഇനി ഇവിടെ വരയ്ക്കേണ്ടത് എന്താണ്, ദാ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. അതെങ്ങനെ വരയ്ക്കാം, ദാ ഇവിടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദാ ഇവിടെ ഒരു റൈറ്റ് ഗ്രേറ്റർ ദാൻ ദ ട്രയാങ്കിൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ദാ ഈ കാണുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ആ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യണം, 9 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ് 9 സെൻറ്റിമീറ്റർ, അത് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി ഈ നിൽക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ ഒരു 4 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. 4 സെൻറ്റിമീറ്റർ ഇതാ ഇങ്ങനെ ഇവിടെ നിന്ന് ടോപ്പിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ 9 സെൻറ്റിമീറ്ററിൽ നിന്ന് ഇതാ ഇതിങ്ങനെ നമുക്ക് ഡോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ, എന്നിട്ട് ആ 4 സെൻറ്റിമീറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഈ 9 സെൻറ്റിമീറ്ററിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ദാ ഈ കാണുന്ന പോലെ ഒരു ലൈൻ വരച്ചാൽ ഗ്രേറ്റർ ദാൻ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ റൈറ്റ് ആംഗിൾഡ് 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. സെയിം ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആവുള്ളൂ. അപ്പം ബേസും സെയിം തന്നെ എടുത്തേക്കണം, ഹൈറ്റും സെയിം തന്നെ എടുത്തേക്കണം. അങ്ങനെയാണ് നമ്മളിവിടെ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഏരിയ ഈ നിൽക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ ആയില്ലേ. കാരണം ഇവിടെ രണ്ട് പേരുടെയും കേസിൽ ബേസും ഹൈറ്റും എന്താണ്, സെയിം ആണ്. ഓക്കെ ഹന്ന, ഓക്കെ വെരി ഗുഡ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ വെരി ഗുഡ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്,
draw a triangle of sides 5 cm, 6 cm, 7 cm. Draw 3 different triangles of same area. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിം ഏരിയ വരുന്ന ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കണം. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന 5 cm, 6 cm, 7 cm വരുന്ന മെഷർമെൻ്റ് ഉള്ള ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് അല്ലേ? ഈ ചാപ്റ്ററാണ്. ഓക്കെ, ഏത് ചാപ്റ്ററാണ് മോർ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ചാപ്റ്ററിലെയും ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡ്രോയിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് കൺസ്ട്രക്ഷൻ വെച്ചിട്ട് വരാം, ഏരിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി അല്ലേ, അപ്പോൾ സബ് ഡിവിഷൻസോട് കൂടി തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഏതാണ്? ഡ്രോ എ ട്രയാങ്കിൾ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കേസിലേക്ക് വരുമ്പോൾ 5 cm, 6 cm, 7 cm ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ബേസ് ഈ നിൽക്കുന്ന 3 സൈഡ്സിൽ ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. 5 എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം, ഏത് സെൻറ്റിമീറ്റർ വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ മിസ് ആദ്യം പറഞ്ഞേക്കുന്ന ട്രയാങ്കിളിൻ്റെ കേസിൽ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5 cm, 6 cm, 7 cm നമുക്ക് ഏത് ബേസ് ആയിട്ട് എടുക്കാം കേട്ടോ. അതിലൊരു പ്രത്യേക കുഴപ്പമില്ല. ട്രയാങ്കിളിൻ്റെ കേസിൽ 3 തന്നിരിക്കുന്ന സൈഡുകളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൺസിഡർ ദിസ് ആസ് എ ബേസ് അങ്ങനെ വല്ലതും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് ബേസ് ആക്കി വരയ്ക്കുക. എപ്പോഴും ആൻസർ ചെയ്യേണ്ടത് ആൻസർ ടു ദി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത് ആൻസർ അതിനാണ് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ബേസ് ഇതെന്നോ അല്ലെങ്കിൽ ഹൈറ്റ് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ സൈഡ്സ് മാത്രം ഇതായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മിസ് ഇപ്പോൾ തൽക്കാലം എന്തെടുക്കുന്നു? ഈ നിൽക്കുന്നത് 7 cm എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? ബേസ് ആയിട്ട് എടുത്തു. ഓക്കെ, അതിന് ശേഷം 5 cm, 6 cm മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പസും ഒരു സ്കെയിലും എടുക്കുക. കോമ്പസിൽ സ്കെയിലും എടുക്കുക. അതിന് ശേഷം സ്കെയിലിൽ 5 cm കോമ്പസിൽ മെഷർമെൻറ്റ് എടുക്കുക. സ്കെയിലിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യണം? കോമ്പസിൽ 5 cm എടുക്കണം. എന്നിട്ട് ഈ കാണുന്ന എൻ പോയിന്റിൽ കൊണ്ടുവന്ന് പോയിന്റ് ചെയ്യാം. ഓക്കെ, ഈ കാണുന്ന എൻ പോയിന്റിൽ കൊണ്ടുവന്ന് കോമ്പസ് പോയിന്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഈ കാണുന്ന പോലെ ഒരു ആർക്ക് വരയ്ക്കുക. 5 cm എന്ന് ഈ നിൽക്കുന്ന ഈ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം കോമ്പസിൽ എന്തെടുക്കണം? 6 cm മെഷർമെൻറ്റ് എടുക്കണം. 6 cm മെഷർമെൻറ്റ് എടുത്തിട്ട് എന്താണ് നെക്സ്റ്റ് എൻഡ് പോയിന്റിൽ കൊണ്ടുചെന്ന് കോമ്പസ് പ്ലേസ് ചെയ്യണം. ഇതാണ് നെക്സ്റ്റ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ നെക്സ്റ്റ് എൻഡ് പോയിന്റിൽ കൊണ്ട് കോമ്പസ് പ്ലേസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ആർക്കും കൂടെ വരയ്ക്കണം. അപ്പോൾ ആ 2 ആർക്കും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ഇവിടെ ആ 2 ആർക്ക് ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതാണ്. ഓക്കെ അല്ലേ? ഈ കാണുന്ന പോയിന്റാണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് ഈ നിൽക്കുന്ന 7 cm ലൈനുള്ള ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 എൻഡ് പോയിന്റ്സിലേക്ക് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്കെയിൽ. ഓക്കെ, സ്കെയിൽ യൂസ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ. ഓക്കെ, വെരി ഗുഡ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. ഓക്കെ, ഹായ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ. ഈ സെയിം മെഷർമെൻറ്റ് വെച്ചിട്ട് സെയിം ഏരിയ വരുന്ന കുറച്ച് ട്രയാങ്കിൾസ് വരയ്ക്കാൻ, 3 റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് പറഞ്ഞേക്കണത്. ഈ സെയിം ഏരിയ വരുന്ന 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ, ഈ നിൽക്കുന്ന ട്രയാങ്കിളിൽ സെയിം ഏരിയ വരുന്ന എന്ത് ചെയ്യണം? റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കണം. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നിൽക്കുന്ന ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ നിൽക്കുന്ന 7 cm നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിൾ ഒന്ന് റീഡ്രോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് റീഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ 7 cm അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഒരു 7 cm കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇവിടെ 7 cm എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ 7 cm എടുത്തത്. ഇവിടെ 5 cm എടുത്താൽ ഇവിടെ എന്തെടുക്കാം? 5 cm എടുക്കാം. ഇവിടെ 6 cm ആണെങ്കിലോ ഇവിടെയും 6 cm എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 7 cm എടുത്തുകൊണ്ട് ആ 7 cm തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്നോടെ വരച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? എന്നിട്ട് ഈ ബേസിന് പാരലലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തേക്കണേ? ബേസിന് പാരലലായിട്ട്
ദാ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈൻ ദാ ഇവിടെ ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ്, അത് ബേസിന് പാരലൽ ആയിരിക്കും. ദാ ഇവിടെ മെഷർ ചെയ്യുമ്പോൾ ഈ നിൽക്കുന്ന ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ എന്താണോ അത് തന്നെയായിരിക്കും ദാ ഇവിടെ വരുന്ന ലെങ്ത്ത്. ഓക്കെ, ഇവിടെ വരുന്ന ലെങ്ത്ത്. അപ്പോൾ നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈനിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ വരച്ച ആ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് തന്നെയായിരിക്കും ദാ ഇവിടെ വരുന്ന സൈഡ് മെഷർമെൻറ്റ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എന്താ കിട്ടിയേക്കണേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഇവിടെ നിന്ന് ഈ ബേസിന് പാരലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ആ ലൈനിനെ ഈ ലൈനിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ആ ലൈൻ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അതിന് ശേഷം ഈ നിൽക്കുന്ന പോയിന്റും തമ്മിലൊന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദാ ഇതുപോലെ ഒരു സൈഡ് കിട്ടും, തേർഡ് സൈഡ് നമുക്ക് കിട്ടും. ആ സൈഡിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരിക്കും? ഓക്കെ അല്ലേ? അത് ഹൈപ്പോട്ന്യൂസ് ആണ്. ഇവിടെ 6 സെൻറ്റിമീറ്റർ വന്നു, 7 സെൻറ്റിമീറ്റർ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ. ആ സൈഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് ഇത് ഹൈപ്പോട്ന്യൂസ് ആണ് വരുന്നത്. അത് നമ്മളോട് ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഏതാണ് പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 6 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ദെൻ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ വരുന്ന രീതിയിലുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ബേസ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഏത് ബേസ് എടുക്കണ്ടേ? 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ വരും. ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 6 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സൈഡ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ നിൽക്കുന്ന സൈഡും എത്രയായിരിക്കും? 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് അത് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക കേട്ടോ. അന്നേരം നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എന്നിട്ട് ആ പോയിന്റും ഈ കാണുന്ന പോയിന്റും കൂടെ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ റിക്വയർഡ് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും ബേസ് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കാം? 7 സെൻറ്റിമീറ്റർ തന്നെ എടുക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്നിട്ട് ഈ നിൽക്കുന്ന സൈഡും 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മളിവിടെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, മുകളിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ. ഓക്കെ, ഹലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചിഞ്ചു, ഓക്കെ, ഹലോ മിസ്, ഹായ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്കാണ് മൂവ് ഓൺ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അല്ലേ? ഹാഫ് BH, ഏരിയ ഈക്വൽ ടു എന്താണ്? ഹാഫ് BH. ഇവിടെ നോക്കി, ബേസ് എന്ന് പറയുന്നത് എത്രയാണ് നിൽക്കുന്നത്? ബേസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഈക്വൽ ടു എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് അതാ ഇവിടെ ഹൈറ്റ് നമുക്ക് ഫിഗറിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ അല്ലേ? 12 ഇൻറ്റു 5. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ 2 വെച്ചിട്ട് 12നെ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ മേലെ. 2 വെച്ചിട്ട് 12നെ ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 5 എന്ന ആൻസർ വരും. അതിൻ്റെ ഫൈനൽ ആൻസർ എത്രയാണെന്ന് നോക്കുക. അതിന് ശേഷം അതിൻ്റെ യൂണിറ്റ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയാണ് വരുന്നത്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. വെരി ഗുഡ്. ഓക്കെ, 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ നിൽക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ABC? ഇവിടെ എത്രയാണ് വന്നേക്കുന്നത്? ഓപ്ഷൻ D ആണ്. അപ്പോൾ കറക്റ്റ് അല്ലേ? ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ a right triangle has same area of this triangle ABC if one of its perpendicular side is 12 centimeter. What is the length of the other side? ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ തന്നിരിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ പറഞ്ഞേക്കണേ? എ റൈറ്റ് ട്രയാങ്കിൾ ഹാസ് സെയിം ഏരിയ ആസ് ദിസ് ട്രയാങ്കിൾ. ഈ നിൽക്കുന്ന ട്രയാങ്കിളിനെ പോലെ തന്നെ സെയിം ഏരിയ ആണ് തന്നിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ABC, ഇതൊരു ട്രയാങ്കിൾ ABC ആണ്. സെയിം ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസും ഹൈറ്റും എന്തായിരിക്കണം എന്നാണ് പറഞ്ഞേ? സെയിം ആയിരിക്കണം അല്ലേ? ബേസും ഹൈറ്റും സെയിം ആയിരിക്കണം. ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ ആണ് ഈ നിൽക്കുന്ന റൈറ്റ് ട്രയാങ്കിളിന് വന്നു എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെയും ബേസിൻ്റെയും ഹൈറ്റും മെഷർമെൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ഇഫ് വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 12 സെൻറ്റിമീറ്റർ. 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് നമുക്ക് റൈറ്റ് ട്രയാങ്കിളിനുള്ളത്. അതിൽ ഒരെണ്ണം 12 സെൻറ്റിമീറ്റർ തന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ സൈഡ്? മറ്റേ ട്രയാങ്കിളിൻ്റെ മറ്റേ സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ? എത്രയാണ്? ആൻസർ ഈക്വൽ ടു 5
സെൻറ്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? ഒരു സൈഡ് നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയാണ്. അതായത് അതിൻ്റെ ബേസും ഹൈറ്റും ഡിഫറൻസ് ഇല്ല. ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും മെഷർമെൻറ്റ് സെയിം തന്നെയായിരിക്കും. ഇവിടെ ബേസ് 12ഉം ഹൈറ്റ് 5ഉം ആണ് നേരത്തെ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസിലും അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് പെർപെൻഡിക്കുലർ സൈഡ്, റൈറ്റ് ട്രയാങ്കിളിന് 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ആണല്ലേ. വെരി ഗുഡ്. 12 സെൻറ്റിമീറ്റർ ആണ് റൈറ്റ് ട്രയാങ്കിളിന് 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ആണുള്ളത്. അതിൽ ഒരെണ്ണം 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേത് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. വെരി ഗുഡ്. ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. മൈ നെയിം ഈസ് ഹന്ന. ഓക്കെ, ഹായ്. Then next, what is the length of the longest side of the triangle? അതിൻ്റെ ഏതാണ് ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയാവോ? ഹന്ന ആൻഡ് ചിഞ്ചു, അൻസില, അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് ഏതാണ്? വാട്ട് ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ? വാട്ട് ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം എപ്പോഴും ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസിൽ അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. ഈ നിൽക്കുന്ന കേസിൽ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസിൻ്റെ മെഷർമെൻറ്റ് വേഗം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. വെരി ഗുഡ്. അതിൻ്റെ ഫൈനൽ ആൻസർ 13 ആണ്. കറക്റ്റ് ആണ് കേട്ടോ. ഹൈപ്പോട്ന്യൂസ് ആണ്, അത് 13 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഡ്രോ ദിസ് റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കുക. വെരി ഗുഡ് ഹന്ന, അതിൻ്റെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ട്രയാങ്കിൾ ഇതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ബേസ് എത്ര അയക്കുക? ബേസ് ഒന്നെങ്കിൽ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ബേസ് മിസ് ഇപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണോടെ വർക്ക് ചെയ്യുകയാണ് 12 സെൻറ്റിമീറ്റർ. അതിന് ശേഷം 90 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക? 5 സെൻറ്റിമീറ്റർ ഒന്ന് കോമ്പസ് യൂസ് ചെയ്ത് മെഷർ ചെയ്തതിന് ശേഷം ആ പോയിൻറ്റും 12 സെൻറ്റിമീറ്ററിൻ്റെ ബേസുമായിട്ട് എൻഡ് പോയിൻറ്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ റിക്വയർഡ് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ അല്ലേ? Okay, then next, draw a triangle ABC with measure AB equal to 7 cm, angle A equal to 70, angle B equal to 60. Find the measure of angle C. Angle C യുടെ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. Draw a triangle ABC. ഈ നിൽക്കുന്ന ട്രയാങ്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ? ട്രയാങ്കിൾ ABC വരയ്ക്കണം. ട്രയാങ്കിൾ ABC വരയ്ക്കാൻ വേണ്ടിയിട്ട് എ ബിയുടെ ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ട് 7 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ എ ബി എന്ന് പറയുന്നത് ആദ്യം 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. എപ്പോഴും എക്സാമിന് ഒരു റഫ് ഫിഗർ വരച്ചതിന് ശേഷം മാത്രമേ ഫിഗർ വരയ്ക്കാൻ തുടങ്ങാവുള്ളൂ കേട്ടോ. അപ്പോൾ റഫ് ഫിഗർ ആദ്യം വരയ്ക്കുക. ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താണ്? 7 സെൻറ്റിമീറ്ററും ദാ ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ റഫ് ഫിഗർ വരുന്നത്. 7 സെൻറ്റിമീറ്റർ. ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി. ദെൻ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ കോമ്പസ് പ്രൊട്രാക്ടർ എടുത്ത് വയ്ക്കുക. പ്രൊട്രാക്ടർ എടുത്ത് വെച്ചതിന് ശേഷം ദാ 60 ഡിഗ്രി മെഷർ ചെയ്തതിന് ശേഷം ദാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ 60 ഡിഗ്രി കൂടെ മാർക്ക് ചെയ്യുക. 60 ഡിഗ്രിയോ നമ്മളിവിടെ 70 എടുത്തേക്കണം അല്ലേ? അപ്പോൾ 70 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആ 70 ഡിഗ്രി കൂടെ പാസ് ചെയ്യുന്ന രീതിയിലൊരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ദാ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇങ്ങനെ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റിക്വയർഡ് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, റിക്വയർഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ സി. ആംഗിൾ സി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ 3 ആംഗിൾസ് ആവുള്ളൂ അല്ലേ? അപ്പോൾ ആ 3 ആംഗിളുകളുടെയും സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 180 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? 180 ഡിഗ്രിക്ക്. വെരി ഗുഡ്. അതിൻ്റെ ആൻസർ 50 ആണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആംഗിൾ എ എന്ന് പറയുന്നത് 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇവിടെ 3 ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ 2 ആംഗിളുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 70 ഡിഗ്രി എന്നും അതുപോലെ തന്നെ 60 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് ആംഗിൾ സി കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഈക്വൽ ടു 50 ഡിഗ്രി. ഇത് തമ്മിൽ സം ചെയ്യുക. അതിന് ശേഷം 180യിൽ നിന്ന് എന്ത് ചെയ്യണം? 130 മൈനസ് ചെയ്യണം. നമുക്ക് ആൻസർ 50 എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? ആംഗിൾ സി ഈക്വൽ ടു 50 ഡിഗ്രി. വെരി ഗുഡ് ഹന്ന, വെരി ഗുഡ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ നിൽക്കുന്നതിൽ ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഓപ്ഷൻ എ ബി സി ഡി. ഇതാ ഇത് നോക്കി, ഇതിൽ ഏതാണ് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് വരുന്നത്? ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ല. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ഇവിടെ വന്നേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ഇവിടെ നമുക്കൊന്ന് ലെസ് ദാൻ 90 ഡിഗ്രിയാണ് 3 ആംഗിൾസും വന്നേക്കുന്നത്. ഈ നിൽക്കുന്ന കേസിൽ ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 90 ഡിഗ്രി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓപ്ഷൻ
C. Very good. Option C is the right angled triangle. Then next, if the measure of one of the smallest triangles of a right triangle are 40 degree, then what is the measure of the other angle? Okay. If the measure of one of the two small angles of a right triangle, നമുക്ക് ഇവിടെ ഓൾറെഡി തന്നു കഴിഞ്ഞു ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് എന്താ തന്നേക്കുന്നത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസാണ് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ആണ് തന്നേക്കുന്നത്. റൈറ്റ് ട്രയാങ്കിൾ ഇഫ് ദ മെഷർ ഓഫ് വൺ ഓഫ് ദ ടു സ്മോൾ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ, ഈ നിൽക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടി ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ബാക്കി നിൽക്കുന്ന രണ്ട് ചെറിയ ആംഗിളുകളിൽ ഒരെണ്ണം 40 ഡിഗ്രി ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദി അതർ ആംഗിൾ? മറ്റേ ആംഗിളിൻ്റെ മെഷർ എത്രയാണ്, അതായത് ഈ ആംഗിളിൻ്റെ മെഷർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൂന്ന് ആംഗിളും കൂടെ സം ചെയ്തിട്ട് 180ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ആംഗിൾ എ, ആംഗിൾ ബി, ദെൻ ആംഗിൾ സി എന്ന് എടുത്താൽ നമുക്ക് നേരത്തെ ചെയ്ത പ്രൊസീജിയർ തന്നെ അല്ലേ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 180 ഡിഗ്രി. ആംഗിൾ എ എത്രയാണ്? നമുക്ക് 90 ഡിഗ്രിയാണ് അല്ലേ. 90 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അതിൻ്റെ ആൻസർ എത്ര വരും? ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി എത്രയാണ് അതിൻ്റെ ആൻസർ വരുന്നത്? 50 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ടു 50 ഡിഗ്രി. വെരി ഗുഡ് ഹന, വെരി ഗുഡ് മോളി. ഓക്കെ, വെരി ഗുഡ്. എൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? എ സിയുടെ ലെങ്ത് എത്രയാണെന്ന് പറയാമോ? എ ബി എന്ന് പറയുന്നത് ഈസ് എ റൈറ്റ് ആംഗിൾ. ഈ തന്നിരിക്കുന്ന എ ബി എന്ന് പറയുന്നത് ഒരു എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? എ സി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ കേസിൽ സൈഡ്സ് ആണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? പെർപെൻഡിക്കുലർ സൈഡുകളുടെ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ. സ്ക്വയർ ഓഫ് ദി സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? എ ബി ആണ്. എ ബി സ്ക്വയർ പ്ലസ് അതുപോലെ തന്നെ എന്താണ്? ബി സി ഉണ്ട്. ബി സി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സൈഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? എ സി ആണ്. എ സി സ്ക്വയർ. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എത്ര വരും? 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ എത്രയാണെന്ന് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ പറയുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ നെക്സ്റ്റ് അതിൻ്റെ ആൻസർ വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കണേ. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ആൻസേഴ്സ് എല്ലാം നമ്മളിവിടെ PPT-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 11 സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്. സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് ആണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 196 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 196 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 196 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ്. ലെങ്ത് ഓഫ് ദി സൈഡ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിൻ്റെ എന്താ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ സ്ക്വയർ ആണ് കേട്ടോ തന്നേക്കുന്നത്. ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 196 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. സ്ക്വയറിൻ്റെ കേസിലെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഈക്വൽ ടു സൈഡ് സ്ക്വയർ ആണ് അല്ലേ, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് സൈഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഇനി സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എത്രയാണ്? ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? സൈഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 196. ഈ 196ൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 14 × 14 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 196 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ therefore one side equal to എന്തെന്ന് പറയാം? one side equal to എത്രയാണ്? 14 സെൻറ്റിമീറ്റർ. എത്രയാണ്? 14 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വൺ സൈഡ്. ഓക്കെ, ക്ലിയർ ആയോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൻ്റെ അകത്ത്? നമുക്കൊരു സ്ക്വയറിൻ്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. സ്ക്വയറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സൈഡ് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഏരിയ എന്ന് പറയുന്നത് 196 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 196ൻ്റെ റൂട്ട് എടുത്താൽ മതി. സൈഡിൻ്റെ സ്ക്വയർ ആണ് 196 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 196. അങ്ങനെയല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 14 × 14 ചെയ്യുമ്പോഴാണ് 196 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 14 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ദെൻ ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 98 സ്ക്വയർ സെൻറ്റിമീറ്റർ. 98 സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഏരിയ 98 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അത് ആ കാര്യം മെൻഷൻ ചെയ്യാം. വി ഹാവ് ടു ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 98 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി അതിന് ശേഷം വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. ഈ ഏരിയയുടെ ഹാഫ് കണ്ടുപിടിക്കണം. അതായത് 98 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അന്നേരം നമുക്ക് എത്ര കിട്ടും? 49 എന്ന് കിട്ടും. 98 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48. ഇനി 49 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഈ 49ൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 49. റൂട്ട് 49 എത്രയാണെന്ന് നോക്കണം. റൂട്ട് 49 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 7 സെൻറ്റിമീറ്ററിന് ഈക്വലാണ് അല്ലേ? അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. എന്താ? 7 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ അല്ലേ? അതിന് ശേഷം ദാ ഇതുപോലെ അതിൻ്റെ ഡയഗണൽ ഒന്ന് മെഷർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ നിൽക്കുന്ന ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ദാ ഇതുപോലെ വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതിന് ശേഷം കോമ്പസ് എടുത്ത് ദാ ഇവിടെ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ദാ ഈ പോയിന്റിൽ മാർക്ക് ചെയ്തതിന് ശേഷം ദാ ഈ മെഷർമെൻറ്റ് എടുക്കുക. ഡയഗണലിൻ്റെ മെഷർമെൻറ്റ് കോമ്പസിൽ എടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ദാ ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ആ ആർക്ക് ദാ ഈ നിൽക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൽ ടച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന ഈ മെഷർമെൻറ്റ് ദാ ഇതിങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഈ നിൽക്കുന്നതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. അത് തന്നെ ദാ ഇവിടേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് തന്നെ ഈ മെഷർമെൻറ്റ് തന്നെ എന്ത് ചെയ്യണം? കോമ്പസിൽ ഇതാ ഇങ്ങനെ ഒരു ആർക്കായിട്ട് ഫോം ചെയ്യാം. ഓക്കെ, ആർക്ക് യൂസ് ചെയ്ത് കോമ്പസ് യൂസ് ചെയ്ത് ആർക്കായിട്ട് വരയ്ക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? അത് ജോയിൻ ചെയ്ത പോയിന്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ റിക്വയർഡ് സ്ക്വയർ വിച്ച് ഹാവിങ് ഏരിയ 98 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഏരിയ വരയ്ക്കേണ്ടത്. അതിൻ്റെ പാറ്റേൺ ദാ ഇവിടെ നിന്ന് മിസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ദെൻ ഫസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നേക്കുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഓഫ് ദി ഡയഗണൽ ഓഫ് ദി ഗിവൺ റെക്റ്റാങ്കിൾ. തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതാ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ എന്നും വിതൗട്ട് ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഓഫ് ദി ഡയഗണൽ ഓഫ് ദി റെക്റ്റാങ്കിൾ. അതായത് ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഓൺ ദ ഡയഗണൽ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് വായിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കണത് എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓൺ ദ ഡയഗണൽ. ദാ ഈ നിൽക്കുന്ന ഡയഗണലിൽ വരുന്ന സ്ക്വയർ. ഈ നിൽക്കുന്ന ഡയഗണലിൽ വരുന്ന സ്ക്വയർ. അതായത് ദാ ഇവിടുന്ന് ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സ്ക്വയർ ഉണ്ടാവും. ആ സ്ക്വയറിൻ്റെ എന്താണ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നിൽക്കുന്ന സ്ക്വയറിൻ്റെ ദാ ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ആ ഡയഗണൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടത്തില്ലയോ? ദാ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഹൈപ്പോട്ന്യൂസ് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ദാ ഇവിടുന്ന് ഫോം ചെയ്യുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് അല്ലേ? ഇവിടുന്ന് ഫോം ചെയ്യുന്ന ഒരു സ്ക്വയറിൻ്റെ സൈഡാണ് ആ നിൽക്കുന്ന ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് എന്ത് ചെയ്താൽ ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കുക. അതായത് 8 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 64 പ്ലസ് 9 എന്ന് കിട്ടും. 64 പ്ലസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 73 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ നിൽക്കുന്ന സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് 73 എന്ന് കിട്ടും. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്തായിട്ട് കിട്ടണേ? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു 73 എന്ന് കിട്ടും. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് 73. ഇനി അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൈഡ് സ്ക്വയർ ആണ്.
സൈഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ റൂട്ട് 73യുടെ സ്ക്വയർ എടുക്കണം. റൂട്ട് 73യുടെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ സ്ക്വയറും റൂട്ടും കൂടെ ഒരുമിച്ച് വന്നാൽ റൂട്ട് ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് ആ നമ്പർ മാത്രമായി കിട്ടും. അപ്പോൾ 73 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ അതിവിടെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇതെങ്ങനെയാണ് വന്നതെന്ന് സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ? ഏരിയ ഓഫ് എ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചേക്കണം. ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നതാണ് 40 സെൻറ്റിമീറ്റർ എന്ന് തന്നേക്കുന്നത്. 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാണ്? സ്ക്വയറിൻ്റെ കേസിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു സൈഡ് എന്ന് പറയുന്നതാണ് അല്ലേ? പെരിമീറ്റർ ഈക്വൽ ടു എന്താണ്? 4 ഇൻറ്റു സൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ 1 സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എത്ര കിട്ടും? 10 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ ഈക്വൽ ടു 1 സൈഡ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുക്കണം. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഈക്വൽ ടു സൈഡ് സ്ക്വയർ, അതായത് 10 സ്ക്വയർ ഈക്വൽ ടു 100 എന്ന് കിട്ടും അല്ലേ? 100 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്. 100 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ നെക്സ്റ്റ് വി ക്യാൻ റൈറ്റ് വൺസ് റൂട്ട് 1764. 1764 നമുക്ക് ഈ ഒരു പാറ്റേണിൽ നമുക്ക് എഴുതാം. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 1764 സ്ക്വയർ സെൻറ്റിമീറ്റർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ? ഈ നിൽക്കുന്ന ഏരിയ ഉള്ള ഒരു സ്ക്വയറിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതാ 1764 ഉള്ള എന്നെ നമുക്ക് ഏത് പാറ്റേണിൽ എഴുതാം? ദാ ഈ നിൽക്കുന്ന പാറ്റേണിൽ എഴുതാം അല്ലേ? അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് സ്ക്വയർ ആണ്. ഏരിയ ഈക്വൽ ടു സൈഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് ഏരിയ ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന റൂട്ട് 1764 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ എന്ന് എഴുതാം. അതായത് 1764 എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് എടുക്കണം അല്ലേ? റൂട്ട് ഓഫ് 1764. റൂട്ട് ഓഫ് 1764 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1764 എന്ന് പറയുന്നത് ദാ ഇതുപോലെ എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ. അതിൻ്റെ അകത്ത് ദാ 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് മാറ്റി എഴുതാം. ഇതിനെല്ലാം സ്ക്വയർ ഉണ്ട് അല്ലേ? 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 7 സ്ക്വയർ. അതിൻ്റെ അകത്തു നിന്നെല്ലാം റൂട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതിന് ശേഷം നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 7 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ കിട്ടും. എന്നിട്ട് ആ സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അതായത് a/m ഇൻറ്റു a/m ഇൻറ്റു b/m എന്ന് പറഞ്ഞാൽ a ഇൻറ്റു b (m) എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതി റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 7, അതായത് 6 ഇൻറ്റു 7. 6 ഇൻറ്റു 7 എന്ന് പറയുന്നത് 42 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ തന്നെ ചോദിച്ചേക്കണേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഗിവൺ ഇൻ ദ ഫിഗർ. ഈ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഡ്രോ എ സ്ക്വയർ ഓഫ് ഈ നിൽക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ മേലെ 15 ആണ് രണ്ട് സൈഡിൽ തന്നേക്കുന്നത്. ഇത് പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്ത് സെയിം പാറ്റേൺ തന്നെ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ കേട്ടോ. ദെൻ ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 24½ സ്ക്വയർ സെൻറ്റിമീറ്റർ, 24.5 സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന സ്ക്വയറിൻ്റെ ഫിഗർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കണേ. അതിൻ്റെ സൊല്യൂഷൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ കേട്ടോ. ദ ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ്. ആ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയായിരിക്കും? 3.5 ആയിരിക്കും. കാരണം എന്നാണ് 3.5 സ്ക്വയർ പ്ലസ് 3.5 സ്ക്വയർ ചെയ്യുമ്പോഴാണ് 24.5 നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫിഗർ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. ദെൻ നെക്സ്റ്റ്, the adjacent sides of a rectangle are 8 cm and 3 cm. What is the area of the square drawn on the diagonal of the rectangle? The adjacent sides of a rectangle are
8 centimeter and 3 centimeter. What is the area of the square drawn on the diagonal of the rectangle? സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് 8ഉം 3ഉം ആണ്. ഡയഗണലിൽ വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. Then next question, the figure shows the diagonal drawing of a plot. What is the area of the square shaped plot given in the figure? What is the total area of the plot? Okay. What is the total area of the plot? ഈ തന്നിരിക്കുന്ന ഫിഗർ നോക്കുക. അതിന് ശേഷം ഇതിൻ്റെ അകത്ത് എന്താ തന്നിരിക്കുന്നത്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് 3 മീറ്റർ ആണ്. ഓക്കെ. ഇത്രയും 3 മീറ്റർ ആണ്. ഇത്രയാണ് 3 മീറ്റർ. ഇത് ടോട്ടൽ 8 മീറ്റർ ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ്റെ ലെങ്ത് എത്രയായിരിക്കും? നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഫിഗർ ഷോസ് ഇൻ ദ ഡയഗ്രാം ഓഫ് എ പ്ലോട്ട് shows the drawing of a plot. What is the area of the square shaped plot given in the figure? ഈ തന്നിരിക്കുന്ന ഫിഗറിലെ സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള പ്ലോട്ടിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ടോട്ടൽ പ്ലോട്ട്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്ലോട്ടിൻ്റെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. ക്ലിയർ ആയില്ല ഇത്രയും കാര്യങ്ങൾ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കൊരു കുറേ ഇതിന് 24-ൽ ചോദിച്ചിട്ടുണ്ട്, 22-ൽ ചോദിച്ചിട്ടുണ്ട്, 23-ൽ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ഇയേഴ്സിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? വിച്ച് മെഷേഴ്സ് ഗിവൺ ബിലോ ക്യാൻ ബി ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതായിരിക്കും ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ മെഷറായിട്ട് മാറുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ ഫൈനൽ ആൻസർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഈ ഫിഗറാണ് തന്നിരിക്കുന്നത്. ഈ ഫിഗറിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഒരു പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഓക്കെ. ഇവിടം വരെയുള്ള പോർഷൻ 3 മീറ്റർ ആണ്. ഈ റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. കാരണം അതിൻ്റെ ത്രൂ ഔട്ട് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിട്ടാണ് തന്നിരിക്കുന്നത്? ഇതിൻ്റെ ഫുൾ മെഷർമെൻറ്റ് 8 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈ ഒരു പോർഷൻ ഇത് 12 മീറ്റർ ആണെങ്കിൽ ഈ നിൽക്കുന്ന മെഷർമെൻറ്റ് എത്രയായിരിക്കും? 12 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അവിടെ നമുക്ക് എന്താണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇവിടെ 12 മീറ്റർ എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാൻ മേലെ. അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ ഓഫ് ദി സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 169 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതാ ഈ നിൽക്കുന്ന area of the rectangle 5 square, area of the square equal to 169. Okay, then ഇവിടെ എന്താ പറഞ്ഞാൽ ഏരിയ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? കണ്ടത് ബേസും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. ഹാഫ് BH ഇതുപോലെ നിങ്ങൾക്ക് 30 എന്തെന്ന് കിട്ടും? 30 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഈ നിൽക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. സോറി, മീറ്റർ ആണ് കേട്ടോ. ദെൻ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ, ഈ നിൽക്കുന്നതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഇത് ഒരു സൈഡിൽ ലെങ്ത് 12ഉം ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 12 × 3 ആണ് വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 36 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതാണ് ഈ നിൽക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇവിടെ ട്രയാങ്കിളിൻ്റെ ഏരിയ 30 എന്നും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 36 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ക്വയറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് എ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയോ, ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എത്രയാണ് വരുന്നത് നോക്കുക. എത്ര കിട്ടും? 169 പ്ലസ് 30 പ്ലസ് 36 ഈക്വൽ ടു 235 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, നമ്മളോട് ചോദിച്ചേക്കുന്നത് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 5, 7, 9.
ദെൻ 6, 8, 10, 7, 9, 10, 11, ദെൻ 8, 10, 12 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സൈഡ് എന്തായിട്ട് മാറുമോ, റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആയിട്ട് മാറുമോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു സൈഡ് സ്ക്വയർ സൈഡ് 1 സ്ക്വയർ പ്ലസ് സൈഡ് 2 സ്ക്വയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അത് പോസിബിൾ ആവുന്ന ഈ ഒരു വാല്യൂസ് മാത്രമേ ഉള്ളൂ. 6 സ്ക്വയർ, ഇതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ 10 ആണ്. സോ 10 സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ചെയ്യുക. 100 ഈക്വൽ ടു 36 പ്ലസ് 64 ഈക്വൽ ടു 100 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് പറയാം, LHSഉം RHSഉം ഈക്വൽ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഈ നിൽക്കുന്ന ഓപ്ഷൻ ബി ആണ് അതിൽ പോസിബിൾ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, ഇത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഈ നിൽക്കുന്ന ഫിഗറിൽ 2 റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. അതിനാണെങ്കിൽ BC എന്ന് പറയുന്ന സൈഡ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഇത് നിൽക്കുന്നത് 2 റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ഇതിൽ BC കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് ശേഷം ഈ നിൽക്കുന്ന BDയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കുക, ഏരിയ ഓഫ് പെരിമീറ്റർ ഓഫ് ദി quadrilateral BC. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് BCD? BCD ഈ നിൽക്കുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, ക്വാഡ്രിലാറ്ററലിൻ്റെ പെരിമീറ്ററും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഫൈനൽ ആൻസേഴ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദ ഫിഗർ ബിലോ ഗോബു പ്ലോട്ട്. ഇത് 19ൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ ഫിഗർ ബിലോ ഗോബുസ് പ്ലോട്ട് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ടു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ദ പിക്ചേഴ്സ് ഓഫ് ദി നിയർ ബൈ സ്ക്വയർ പ്ലോട്ട് ഓൾസോ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ പ്ലോട്ട് ബ്രോട്ടം. അതായത് ഫിഗറിൻ്റെ അകത്ത് ഗോബൂസ് പ്ലോട്ടിൻ്റെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് കിടക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ക്വയർ പ്ലോട്ടും കൂടെ ആൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിൽക്കുന്ന സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ നിൽക്കുന്നതാണ് 8 മീറ്ററും 6 മീറ്ററും മെഷർമെൻറ്റ് വരുന്ന ഒരു ട്രയാങ്കിളാണ് ആദ്യത്തെ പ്ലോട്ട്. അതിന് ശേഷം അതിനോട് ചേർന്ന് തന്നെ ഒരു സ്ക്വയർ പ്ലോട്ട് മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ. അത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഈ നിൽക്കുന്ന ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. അതിന് ശേഷം അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അല്ലെങ്കിൽ 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് ഏരിയ ഓഫ് ദി സ്ക്വയർ. ഓക്കെ, ഇവിടെ 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 കിട്ടി. അപ്പോൾ 100 എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് ദി സ്ക്വയർ. ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 100 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ദെൻ അതുപോലെ നമ്മുടെ റിമൈനിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ദി സ്ക്വയർ എബവ് ആൻഡ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഡ്രോൺ ഇൻ ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ സൈഡിൽ വരച്ചതും ഏരിയ ഓഫ് ദി സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് പറയാം, ഏരിയ ഓഫ് ദി സൈഡ്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ അതിൻ്റെ മൂന്നാമത്തെ വശത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, സ്ക്വയർ ഓഫ് ദി ഏരിയ ഓഫ് ദി സ്ക്വയറിന് ഈക്വൽ ആണ്. അതിൻ്റെ റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കുക. ഓക്കെ, ദെൻ ചാപ്റ്റർ 12 എന്ന് പറയുന്നത് എന്താണ്, ഓൾജിബ്രയാണ്. ഓക്കെ, ടേക്ക് എ സെറ്റ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ആഡ് ഓൾ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. അതിന് ശേഷം അതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ചെക്ക് ദ സം ഹാസ് എനി റിലേഷൻ വിത്ത് എനി വൺ ഓഫ് ദി 5 നമ്പേഴ്സ് ആഡഡ്. ചെക്ക്, നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ അകത്ത് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ചെക്ക് ഇഫ് ദ സം ഹാസ് എനി റിലേഷൻ, സമ്മിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. എക്സ്പ്ലെയിൻ വൈ ദിസ് റിലേഷൻ ഹോൾഡ് ഫോർ എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ ഏതെങ്കിലും 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന് ഇത് ഹോൾഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും കൂടെ നമ്മളിവിടെ നോക്കണം. ഓക്കെ, ദെൻ റൈറ്റ് ദിസ് റിലേഷൻ ഫസ്റ്റ് ഇൻ ഓർഡിനറി ലാംഗ്വേജ് ആൻഡ് ദെൻ യൂസിങ് ദ ഓൾജിബ്ര. ഓൾജിബ്രയുടെ ഫോമിൽ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യണം. ടേക്ക് എ സെറ്റ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ആഡ് ഓൾ 5 എന്ന് പറഞ്ഞേക്കണേ. നമുക്ക് ഏതെങ്കിലും 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. ഇവിടെ ഏതാ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാൻ പറ്റുന്നത്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 34, 35, 36, 37, 38 ആണ്. അത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും തുടർച്ചയായിട്ടുള്ള, കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ഏതെങ്കിലും 5 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, ഇവിടെ 34, 35, 36, 37, 38 എന്ന് പറയുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന 5 നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 180 കിട്ടും. ഓക്കെ, ദെൻ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇതാണ്. അതിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണ്. ഈ 180 ഇതിൻ്റെ മിഡിൽ ടേമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രയാണ്, 1, 2, 3. മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്, ഇതായി നിൽക്കുന്ന 36 ആണ് ഇതിവിടുത്തെ മിഡിൽ ടേം. ഓക്കെ, 36 എന്ന് പറയുന്നതാണ് ഈ മിഡിൽ ടേം. ഈ 36 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, 36 × 5 ചെയ്താൽ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അല്ല ഇവിടെ എടുത്തേക്കണേ. 36 × 5 ചെയ്താൽ 180 കിട്ടും. ആ 180 തന്നെയാണ് ഈ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സം ആയിട്ട് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് 5 ടൈം ദ മിഡിൽ നമ്പർ. മിഡിൽ നമ്പർ എന്താണോ അതിനെ എത്ര ടൈം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 5 ടൈംസ് ഓഫ് ദി മിഡിൽ നമ്പർ എന്ന് പറയുന്നതാണ് സം ഓഫ് ദി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വൺ, കൺസിഡർ ദ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അതിനെ നമ്മൾ ഒരു റിലേഷൻ്റെ ഫോമിലേക്ക്, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യന്, എക്സ്പ്ലെയിൻ വൈ ദിസ് റിലേഷൻ ഹോൾഡ് ഫോർ എനി 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഏതൊരു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും ഈ റിലേഷൻ ഹോൾഡ് ചെയ്യാനുള്ള കാരണം എന്നാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റാം? 36 എന്ന് പറയുന്നത് അല്ലെ മിഡിൽ ടേം, ഈ നിൽക്കുന്ന 36ൻ്റെ തൊട്ട് മുമ്പുള്ള 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 36 മൈനസ് 2ഉം വരും, 36 മൈനസ് 1ഉം വരും. അടുത്ത നമ്പർ എന്താണ്? 36 ആണ് അല്ലേ. അതിന് ശേഷം വരുന്ന 2 നമ്പേഴ്സ് ഏതാണ്? 36 പ്ലസ് 1ഉം വരും, പിന്നെ ഏതാ വരുന്നത്? 36 പ്ലസ് 2ഉം വരും. ഇതാണ് തുടർച്ചയായിട്ട് വരുന്ന 5 നാച്ചുറൽ നമ്പേഴ്സ്. ഈ 36 എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? n എടുക്കാം, അതിന് ശേഷം n-2, പിന്നെ എന്താണ്? n-1, ദെൻ n+1, n+2. ഇതാണ് നമ്മുടെ തുടർച്ചയായിട്ടുള്ള 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, ഈ നിൽക്കുന്ന 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എടുത്തു. ഈ നിൽക്കുന്ന ഈ രീതിയിൽ നമ്മൾ ഈ നമ്പേഴ്സിനെ കൺസിഡർ ചെയ്താൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ -2ഉം ഇവിടെ നിൽക്കുന്ന +2ഉം ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. -1ഉം +1ഉം ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 36 എന്ന് പറയുന്ന 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 × 36 ചെയ്താൽ മതി, നമ്മുടെ റിക്വയർഡ് ആൻസർ കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ദിസ് ബിക്കോസ് അതിൻ്റെ റീസൺ എന്നാന്ന് പറഞ്ഞല്ലോ, -2ഉം 2ഉം 1ഉം -1ഉം ക്യാൻസൽ ചെയ്ത് പോയി മൊത്തം നമുക്ക് 5 36കളുണ്ട്. അപ്പോൾ 5 × 36 ചെയ്താൽ നമ്മൾ എന്ത് കിട്ടി? ആ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന് സമ്മെന്ന് കിട്ടി, സമ്മിന് ഈക്വലായിട്ട് കിട്ടി. സോ നമുക്ക് ഇതാണ് അതിൻ്റെ റിലേഷനായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഓർഡിനറി ലാംഗ്വേജിൽ നമ്മളിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനെ മിഡിൽ ടേം എന്ന് പറയുന്നത് x ആയിട്ട് എടുത്താൽ, എക്സിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറയുന്നത് x-1ഉം അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറയുന്നത് എന്താണ്? x-2 ആണ്. എക്സിന് ശേഷം വരുന്ന നമ്പർ എന്ന് പറയുന്നത് x+1ഉം x+2ഉം ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞേക്കണേ? ഇനി ഇതിൻ്റെ സം എടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടും? ഈ നിൽക്കുന്ന രീതിയിൽ എഴുതാം. അതിന് ശേഷം -2ഉം +2ഉം -1ഉം +1ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് റിമൈനിങ് 5xകളാണ് ഉള്ളത്, ഈക്വൽ ടു 5x. അതായത് ഏതൊരു 5 തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സം എടുത്താൽ അതെന്ന് പറയുന്ന മിഡിൽ ടേമിൻ്റെ 5 ടൈംസ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, the numbers 25, 36, 44, 47 are got by starting with 25 and adding 11 again and again. അതായത് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് 25ഉം തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? 25, 36, 47 ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് കിട്ടിയേക്കുന്ന ഈ സീക്വൻസ്? 25ൻ്റെ കൂടെ തുടർച്ചയായിട്ട് 11 ആഡ് ചെയ്ത് പോയേക്കുവാണ്. 25 + 11 ചെയ്യുമ്പോഴാണ് 36, 36 + 11 47, അങ്ങനെ ആഡ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് ആ നമ്പേഴ്സ് കിട്ടിയേക്കുന്നത്. വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് സച്ച് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11? ഈ ഇതുപോലെയുള്ള നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 25നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചേക്കുന്നത്. ഈ 25 എന്ന് പറയുന്നതിനെ 2 × 11 + 3 എന്ന് എഴുതാൻ മേലേ. അതായത് അതിന് എഴുതാൻ കാരണം എന്നാ? 25നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 11 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 22 അല്ലേ. റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടും. സോ കോഷ്യൻ്റ് ഇൻറ്റു ഡിവിഡൻറ്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, 25 = 2 × 11 പ്ലസ് റിമൈൻഡർ. ഇനി 36ൻ്റെ കേസിലും ഇത് തന്നെയല്ലേ വരുന്നത്. 36 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 × 30, 11 × 25. 36ൻ്റെ കേസിലേക്ക് എങ്ങനെ വരും? 3 × 11, 3 × 11 എത്ര വന്നു? 33, 35, 33 + 3. ഓക്കെ, 36 + 33 + 3 36. ഓക്കെ, ദെൻ നെക്സ്റ്റ് 47. 47 എന്ന് പറയുന്നതിനെ 4 × 11 44 അല്ലേ. 44 പ്ലസ് എത്ര വരും? 44 + 3, 44 + 3 47. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ പോകുന്നത്. സോ വാട്ട് ഈസ് ദ റിമൈൻഡർ ഇൻ ഈച്ച് ഓഫ് ദിസ് കേസ്? ഈ നിൽക്കുന്ന ഓരോ കേസിലും റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. റൈറ്റ് ദ ജനറൽ ഓൾജിബ്രായിക് ഫോം ഓഫ് ദിസ് നമ്പേഴ്സ്. ഈ നിൽക്കുന്ന നമ്പേഴ്സിൻ്റെ ജനറൽ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഇതിൽ നിന്നെല്ലാം കിട്ടി. 11ൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 11ൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? n ആഡ് ചെയ്യുക, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എന്ത് ചെയ്താൽ മതി? റിമൈൻഡർ 3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
എന്നിൻ്റെ നമ്മുടെ ജനറൽ ഫോം കിട്ടും. എൻ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആകും കേട്ടോ. എൻ എന്ന് പറയുന്നത് 0 1 2 3 0 1 2 3 എക്സെട്ര ഏത് നമ്പേഴ്സ് വേണമെങ്കിലും എന്നിന് എടുക്കാം. അത് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഈസ് 100 എമംഗ് ദീസ് നമ്പേഴ്സ് വാട്ട് അബൌട്ട് 1000? 100 ഇതിൻ്റെ നമ്പറാണോ നോക്കണം. ഓക്കെ, 100 ഇതിൻ്റെ നമ്പറാണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 100 എന്ന് പറയുന്നതിന് എന്ത് ചെയ്താൽ മതി? 100 എന്ന് പറയുന്നതിന് എന്ത് ചെയ്താൽ മതി? 100നെ 11 കൊണ്ട് മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. 100 എന്ന് പറയുന്നത് 11 കൊണ്ട് മൾട്ടിപ്പിൾ ആണോ? 100 എന്ന് പറയുന്നതിന് 9 × 11 + 1 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇവിടെ റിമൈൻഡർ വന്നു. സോ 100 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ടേം അല്ല. 1000ൻ്റെ കേസിലോ? 1000ൻ്റെ കേസിലും 90 × 11 + 10 ഇവിടെ റിമൈൻഡർ വന്നിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് 100 and 1000 ആർ നോട്ട് ദ ടേംസ് ഇൻ ദിസ് സീരീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിനും ഇതുപോലെ തന്നെയാണ്. നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫൈനൽ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓൾജിബ്രായിക് ഫോം എഴുതാനാണ് പറഞ്ഞേക്കണത്. ഈ നിൽക്കുന്ന ക്വസ്റ്റിൻ്റെയും സെയിം തന്നെയാണ്. ദ മിഡിൽ നമ്പർ ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് ടേക്കൺ ആസ് എക്സ്. വാട്ട് വിൽ ബി ദ ഫസ്റ്റ് നമ്പർ? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. മിഡിൽ നമ്പർ എക്സ് ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? x - 2 ആയിരിക്കും. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന സീരീസ് നോക്കിയിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ നെക്സ്റ്റ് 2 ടേംസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് യൂസിങ് ഓൾജിബ്ര. ഓൾജിബ്ര യൂസ് ചെയ്ത അതിൻ്റെ ഓൾജിബ്ര യൂസ് ചെയ്ത ടേംസിൻ്റെ റിലേഷൻ എഴുതുക. ഓൾജിബ്ര എന്ന് പറയുന്നത് x - 2 + x + x + 2 എന്നുള്ള ഫോമിൽ വരും. 2 ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് 3 എക്സുകൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3x ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, കമൻറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇത് സെയിം തന്നെയാണ്. അതിപ്പോൾ നിങ്ങളതൊന്ന് ഹോംവർക്കായിട്ടൊന്ന് ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. പല ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. സെയിം കണ്ടൻറ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ദെൻ ചാപ്റ്റർ 13 പേഴ്സൺസ്. പേഴ്സൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? എ ഷോപ്പ് കീപ്പർ ഡെപ്പോസിറ്റ് 12% ഓഫ് ഹിസ് മന്ത്ലി പ്രോഫിറ്റ് ടു ആൻ ഓർഫനേജ്. ഇൻ സർട്ടൻ മന്ത് ഹി ഗോട്ട് ₹60,000 rupees as profit. How much of this did he donate to the orphanage? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മന്ത്ലി ആൾക്ക് കിട്ടിയേക്കുന്നത് 60,000 rupees ആണ്. അതിൽ 12% ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞേക്കണം ഓർഫനേജിലേക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ആണ് ഡൊണേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 60,000ൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 60,000ൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60,000 × 12% എന്ന് പറഞ്ഞാൽ 12 / 100. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സീറോസ് ക്യാൻസൽ ചെയ്യുക. ദെൻ 12 × 60 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7,200 എന്ന് കിട്ടും. സോ 7,200 rupees ആണ് അദ്ദേഹം ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഓർഫനേജിലേക്ക്. ദെൻ എ ഷർട്ട് ഒറിജിനലി പ്ലേസ്ഡ് ₹800 ഈസ് നൗ സോൾഡ് ഫോർ 20% ലോസ്. അതായത് 800 rupees ഉള്ള ഒരു ഷർട്ട് 20% കുറച്ച് സെയിൽ ചെയ്തു എന്ന് പറഞ്ഞേക്കണം. വാട്ട് ഈസ് ദ കറണ്ട് പ്രൈസ്? അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറഞ്ഞേക്കണേ, നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പെർസെൻറ്റേജ് 100% ആണ് അല്ലേ? ആ 100%ൽ നിന്ന് 20% കുറച്ചു എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 80% എന്ന് കിട്ടും. ഓക്കെ, 80% എന്ന് കിട്ടും. അപ്പോൾ ഈക്വൽ ടു 80%. അതായത് 800 rupeesൻ്റെ 80%. 80% എന്ന് പറയുന്നത് എത്ര പാർട്ടായിട്ട് നോക്കണം. 80% എന്ന് പറഞ്ഞാൽ 80 / 100. ദാറ്റ്സ് ഈക്വൽ ടു നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4/5 എന്ന് കിട്ടും. അപ്പോൾ 800ൻ്റെ 4/5 പാർട്ട് ആണ് നമ്മുടെ എമൗണ്ട് ഓഫ് ദി ഷർട്ട് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ദി ഷർട്ട് എന്ന് പറയുന്നത് 800ൻ്റെ 4/5 പാർട്ടാണ്. അതായത് എത്ര കിട്ടും? 3,200 divided by 5 equal to 640 rupees എന്ന് കിട്ടും. 640 rupees എന്ന് കിട്ടും. അതാണ് 640 രൂപയ്ക്കാണ് നമ്മൾ 800 rupees വിലയുള്ള ഷർട്ട് വിറ്റത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ദെൻ 1 gram gold cost ₹5,800. What is the cost of the gold coin? Weight 4 grams. 4 grams weight വരുന്ന ഗോൾഡ് കോയിൻ്റെ
റേറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 1 gram ഗോൾഡിന് 5,800 റുപ്പീസ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 gram ഗോൾഡിൻ്റെ റേറ്റ് എത്രയായിരിക്കും? 5,800 × 4 ചെയ്താൽ മതി. ഓക്കെ, ദെൻ 2% discount is given to this gold coin. How much would be the reduced by the price? പ്രൈസിൽ നിന്ന് എത്ര കുറച്ചിട്ടുണ്ടെന്ന് ചോദിച്ചേക്കണം. 2% ഡിസ്കൗണ്ട്, അതായത് 60 - 40. നമുക്ക് എത്ര പെർസെൻറ്റേജിലാണ്? he spent 60% of the amount. 60% amount സ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഗോൾഡ് കോയിൻ മേടിച്ചേക്കുന്നത് അല്ലേ? ദ ബാങ്ക് കളക്ട് 1/4% ഇൻട്രസ്റ്റ് ഫോർ 1 year. സോറി, ഇതല്ല ക്വസ്റ്റ്യൻ, ചെറുതായിട്ട് മാറിപ്പോയി. അത് ക്വസ്റ്റ്യൻ ഏതാണ്? 1 gram ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് 5,800 റുപ്പീസാണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഗോൾഡ് കോയിൻ? വെയിറ്റ് 4 gram. 4 gram ഉള്ള ഗോൾഡ് കോയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ് 23,200 ആണ്. അത് 4 × നമ്മൾ 1 ഗ്രാമിൻ്റെ എമൗണ്ട് ചെയ്താൽ മതി. ദെൻ 2% ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ഫോർ ദീസ് ഗോൾഡ് കോയിൻ. ഹൗ മച്ച് എമൗണ്ട് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ദിസ് പ്രൈസ്? പ്രൈസിൽ എത്ര എമൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് 2% ഡിസ്കൗണ്ട്, 2 / 100 × നമ്മുടെ എമൗണ്ടിൻ്റെ 2% ആണ് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 4,464 എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് 4 gram, 10% manufacturing charge was paid for the bangle 4 gram. How much would be paid for the bangle including manufacturing charge? മാനുഫാക്ചറിങ് ചാർജും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എത്ര വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. 10% ആണ് മാനുഫാക്ചറിങ് ചാർജ് വന്നേക്കുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ × 10 / 100 × ഈ എമൗണ്ട് ചെയ്താൽ നമുക്കത് കിട്ടും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ഗോൾഡ് വാങ്ങാനായിട്ട് യൂസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 25,520 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ ഈസ് ഡാറ്റ പിക്ചേഴ്സ് ആണ്. അത് ഈ ഡാറ്റ പിക്ചേഴ്സ് എന്നുള്ള ചാപ്റ്റർ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പത്തെ 4 ചാപ്റ്റേഴ്സും നമുക്ക് നല്ല അടിപൊളിയായിട്ട് അമൃത മിസ് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഡാറ്റ പിക്ചേഴ്സ് എന്നുള്ള ചാപ്റ്റർ ഒന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പിക്ചർ ബിലോ ഷോസ് ദി വോട്ട്സ് ഈച്ച് കാൻഡിഡേറ്റ് ഗോട്ട് ഇൻ എ സ്കൂൾ ഇലക്ഷൻ. ഹൂ വൺ ദ ഇലക്ഷൻ ആൻഡ് വാട്ട് ഓൾ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദിസ് പിക്ചർ? അപ്പോൾ നമുക്കിവിടെ എന്താ തന്നിരിക്കണേ? ഓരോ കാൻഡിഡേറ്റിനും, ഒരു സ്കൂൾ ഇലക്ഷനിൽ ഓരോ കാൻഡിഡേറ്റിനും കിട്ടിയ വോട്ടിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ താഴെ തന്നിരിക്കണേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹൂ വൺ ദി ഇലക്ഷൻ? ആരാണ് ഈ ഒരു ഇലക്ഷന് ജയിച്ചിരിക്കണേന്നാണ് ചോദിച്ചിരിക്കണേ. അപ്പോൾ എങ്ങനെ ആൻസർ വരിക? ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു പൈ ചാർട്ടിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പോർഷൻ വരുന്നത് ആർക്കാണോ ആ ആളായിരിക്കും എന്താണ് ഇലക്ഷന് ജയിച്ചിട്ടുണ്ടാകുക. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു പോർഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കാണ്? മരിയ എന്ന് പറയുന്ന കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് പോർഷൻ വന്നിരിക്കുന്നത്. ഇത്രയധികം പോർഷൻ ഉണ്ട് മരിയ എന്ന് പറയുന്ന കുട്ടിക്ക്. സോ ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടിയിരിക്കുന്നത് ആർക്കായിരിക്കും? മരിയയ്ക്കായിരിക്കും. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഓൾ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദിസ് പിക്ചർ? ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്? എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നത്? നമുക്കറിയാം സെക്കൻഡ്, അതായത് ഈ ഫസ്റ്റ് കിട്ടിയതിനേക്കാൾ കുറച്ചും കൂടെ വോട്ട്സ് കുറവ് കിട്ടിയ ആളാരാന്നും, അതുപോലെ ഏറ്റവും ലീസ്റ്റ് വോട്ട് കിട്ടിയ ആളാരാന്നും, അങ്ങനത്തെ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ നോക്കിക്കുക എന്തൊക്കെയാണ്? ഹൂ ഗോട്ട് ദി ലീസ്റ്റ് വോട്ട്സ് ആൻഡ് ഹൂ ഈസ് ഇൻ ദി സെക്കൻഡ് പൊസിഷൻ. അതായത് ഫസ്റ്റ് പൊസിഷൻ ആർക്കാണ് കിട്ടിയത്, സെക്കൻഡ് പൊസിഷൻ ആർക്കാണ് കിട്ടിയത്, ആൻഡ് ദ തേർഡ് പൊസിഷൻ ഏറ്റവും ലീസ്റ്റ് വോട്ട്സ് കിട്ടിയത് ആർക്കാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താ? നമുക്കിവിടെ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട്. ദി ബാർ ഗ്രാഫ് ഷോസ് ദി നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ 3 divisions ഓഫ് ക്ലാസ് 7 ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ 3 ഡിവിഷൻസിലെ ഗേൾസിൻ്റെ നമ്പറിൻ്റെ ഒരു ബാർ ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബാർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? 7ാം ക്ലാസ്സിൽ എ ക്ലാസ്സിൽ മൊത്തത്തിൽ എത്ര പിള്ളേരുണ്ട്? In 7A there are 20 girls. Okay, and 7B എത്രയാണ്? 25 girls and 7Cയിൽ മൊത്തത്തിൽ 15 ഗേൾസ് ആണുള്ളത്. സോ ഈ ഒരു ബാർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആദ്യം തന്നെ എടുത്തെഴുതാം. ഓക്കെ, ഇനി വരുന്നത് എന്താ? അത് കഴിഞ്ഞിട്ട് ഡ്രോ എ പൈ ചാർട്ട് ഓഫ് ദിസ്. അപ്പോൾ നമ്മളോട് ആ ഒരു ബാർ ഗ്രാഫ് തന്നിട്ട് ഒരു പൈ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമുക്ക്
എത്രയാണ് ഓരോ പൈ ചാർട്ടിലും വരുന്ന ആംഗിൾ എന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ 7Aയിൽ 20 സ്റ്റുഡൻസ്, 7Bയിൽ 25 ഗേൾസ് ആൻഡ് 7Cയിൽ 15 ഗേൾസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ വരിക ഇങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുക. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്, അവിടെ എടുക്കേണ്ട ആംഗിൾ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 7Aയിൽ നമുക്ക് മൊത്തത്തിൽ വരുന്നത് 20 കുട്ടികളാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 7Aയിൽ 20, 7Bയിൽ 25 ആൻഡ് 7Cയിൽ 15. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 60. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം 7A, 7B ആൻഡ് 7C എന്ന് പറയുന്നത് 60 ആണ്. അത് നമുക്ക് കിട്ടിയല്ലോ. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഒരു സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. സോ ആ 360യിൽ എത്ര ആംഗിൾ ആണ് നമ്മൾ ഓരോ ക്ലാസ്സിനും കൊടുക്കേണ്ടത്, ഓരോ ക്ലാസ്സിനും നമ്മൾ കൊടുക്കേണ്ടത് എത്ര ആംഗിൾ ആണെന്നുള്ള ഉള്ളതാണ് അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം 7Aയിൽ മൊത്തത്തിൽ 20 സ്റ്റുഡൻസ് ആണുള്ളത് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം 7A + 7B + 7C എന്ന് പറയുന്നത് 20 ആണ്. സോ അവിടെ ഫ്രാക്ഷൻ വരിക 20/60 ആണ്. ആൻഡ് ഓൾസോ ആ ഒരു ആംഗിളിൻ്റെ ടോട്ടൽ, നമ്മുടെ സർക്കിളിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. സോ 360 × 20/60 അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 0s കട്ട് ചെയ്യുക ആൻഡ് 36ന് നമുക്ക് എന്ത് എഴുതാം, 6 × 6 എന്ന് എഴുതാം. സോ ഈ 6ഉം 6ഉം കട്ട് ആവും. ദെൻ 6 × 2 112 ആണ്. പിന്നെ ഇവിടെ ഒരു 0യും കൂടെ ഉണ്ട്. അപ്പോൾ 120 ഡിഗ്രി. ഓക്കെ, ക്ലിയർ. അപ്പോൾ 7Aയിൽ വരുന്ന ആ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 120 ഡിഗ്രി ആണ്. ആൻഡ് ഫ്രം 7B നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുന്നത് 25 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 25 / 60 വിൽ ബി ഈക്വൽ ടു 25 / 60. പിന്നെ മൊത്തത്തിൽ ആ ഒരു സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. സോ 360 × 25/60. അപ്പോൾ വീണ്ടും ഈ 0s കട്ട് ചെയ്തു. 36ന് നമുക്ക് 6 × 6 എന്ന് എഴുതാം. സോ ഈ 6ഉം കൂടെ കട്ട് ചെയ്തു. സോ 6 × 25 ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 7Cയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുന്നത് 15 ആണ്. സോ ആ ഒരു ഫ്രാക്ഷൻ വരിക 15 / 60 × 360. അപ്പോൾ ഈ 0യും കട്ടായി കഴിഞ്ഞിട്ട് 6 × 6, ഈ 6ഉം 6ഉം കട്ടാവും. ദെൻ 6 × 15 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ 3 ആംഗിൾസും കൂടെ സം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 360 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. നമ്മുടെ കയ്യിലുള്ള കോമ്പസ് എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് 7Aയുടെ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. സോ ആദ്യം തന്നെ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്ത് വരയ്ക്കുക, ഇവിടെ ഒരു ലൈൻ വരച്ചു. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് പ്രൊട്രാക്ടർ എടുത്തിട്ട് 120 മെഷർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, അടുത്തത് നമുക്ക് വേണ്ടത് 7Bയുടെ ആണ്. 7Bയുടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 150 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ വരച്ചിട്ട് 150 ഡിഗ്രി കൊടുക്കുക. ആൻഡ് അടുത്ത് വരുന്നത് എന്താണ്, 7Cയുടെ ആണ്. 7Cയുടെ വരുന്നത് 90 ഡിഗ്രിയാണ്. സോ നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈനും കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾക്ക് ബാർ ഗ്രാഫ് തന്നിട്ട് പൈ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. Given below is a pie chart of different electronic gadgets used by the students for online learning during the COVID period. നമുക്കറിയാം കോവിഡ് ടൈമിൽ നമ്മൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലൊക്കെയാണ്, ഓൺലൈൻ ആണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ കേട്ടുകൊണ്ടിരുന്നത്. സോ നമ്മൾ ആ സമയത്ത് ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ടൈമിൽ സ്റ്റുഡൻസ് ഓൺലൈൻ ലേണിങ്ങിന് യൂസ് ചെയ്ത ഗാഡ്ജറ്റ്സിൻ്റെ ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്, ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ടാബ് യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് TV യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് ഓക്കെ, അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുമിച്ച് ഞങ്ങൾ ആൻസർ പറഞ്ഞുതരാവേ. ടൈമിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? എന്താ കൊറോണ ടൈമിന്റെ കൊറോണ ടൈമില് സ്റ്റുഡൻസ് യൂസ് ചെയ്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെയാണ്, പക്ഷെ നിങ്ങളാണത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, സോ വിച്ച് ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് ഗാഡ്ജറ്റ്? അവർ തന്നെ ആൻസർ തരുമായിരിക്കും. അറിയാവുന്നവർ വേഗം ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ.
ഓക്കെ നോക്കിക്കേ, മോസ്റ്റ് യൂസ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏരിയ കവറപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇപ്പൊ കൂടുതൽ വേറെയും കയ്യിൽ എപ്പോഴെപ്പോഴുള്ള കാര്യമാണ്. എന്താണത്? ആൻസർ എല്ലാവരും ഒന്ന് വേഗം വേഗം കമന്റ് ചെയ്തേ. ഏറ്റവും കൂടുതൽ ഈ ഒരു പോർഷനിൽ ഏറ്റവും കൂടുതൽ ഏരിയ കവറപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? പറയൂ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിവൈസ് ഏതാണ്? ലാപ്പുള്ളവരുണ്ടാവാം, പക്ഷെ കൂടുതലും മൊബൈൽ ഫോൺ അല്ലേ? മൊബൈൽ ഫോൺ. അപ്പോ നമ്മുടെ മോസ്റ്റ് യൂസ്ഡ് ഗാഡ്ജറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏരിയ എടുത്തിരിക്കുന്നത് ഈ മൊബൈൽ ഫോൺ ആണ്. സോ ദി മോസ്റ്റ് യൂസ്ഡ് ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൊബൈൽ ഫോൺ. ഇനി അറേഞ്ച് ദ ഗാഡ്ജറ്റ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ബേസ്ഡ് ഓൺ ദ യൂസസ് ഓഫ് ദം. ആ ഒരു ഏരിയ അല്ലെ, അവിടുത്തെ ആ സെൻട്രൽ ആംഗിളും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം അല്ലെ. ഇവിടുത്തെ ആംഗിൾസ് വെച്ചിട്ട് ഏറ്റവും കുറവ് ആംഗിൾ, അതായത് ഏറ്റവും കുറവ് ഏരിയ എടുത്തിരിക്കുന്നത് അവിടെ തൊട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഏറ്റവും കൂടുതൽ ഏരിയ എടുത്തിരിക്കുന്നത് ആരാന്ന് പറഞ്ഞു? മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഡിസെൻഡിങ് ഓർഡർ ആണ് കേട്ടോ, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് കമ്മിങ് ഡൗൺ. ഓക്കെ, അപ്പോ മൊബൈൽ ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്? ടിവി ആണ്. ടിവി ആണ്, പിന്നെ ടാബ് ആണ്, പിന്നെ ഏറ്റവും കുറവാണ് ലാപ്ടോപ്പ് വരുന്നത്. അപ്പൊ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയെന്ന് കുറഞ്ഞില്ലേ? ഗ്രേറ്റർ ടു സ്മോളസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Examine the pie chart and prepare two suitable questions based on the pie chart. നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്കായിട്ടൊരു ചാൻസ് ആണ്. അപ്പൊ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. അമൃത കമന്റ് ചെയ്യുന്നില്ല. അമൃത വേഗം 2 ക്വസ്റ്റ്യൻ പറഞ്ഞേ. 2 ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടി വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. എന്തായിരിക്കും നമുക്ക് ഈ ഒരു പൈ ചാർട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന? ചോദിക്കൂ. ഇപ്പൊ ഗ്രേറ്റർ നമ്മൾ ചോദിച്ചെങ്കിൽ ഏറ്റവും കുറവുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന യൂസ് ചെയ്യുന്നത് എന്താന്ന് ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? ലോവസ്റ്റ് കഴിഞ്ഞ് ഫസ്റ്റ് വരുന്നത് ആരാണ്? ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. മാർക്ക് എളുപ്പത്തിന് പോക്കറ്റിലേക്ക് മേടിക്കാം അല്ലെ? പോക്കറ്റിൽ മടക്കി എന്ത് ചെയ്യാം? കിട്ടുന്ന മാർക്ക് വെക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ ആൻസർ പറയാം മിസ് നമുക്ക്. ഓക്കെ, എന്താണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണേലും കൊടുക്കാട്ടോ. ഓക്കെ, അതൊന്ന് വായിക്കാം അല്ലേ? The number of persons use TV and tab is which is the least used gadget എന്നതാണ്. ഓക്കെ, അതിൽ നിന്ന് number of persons use TV and tab is 100. How many number of persons use the other two? നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാം. ആ ആംഗിൾ 100 എന്നുള്ള നമ്പറിനേക്ക് ഈക്വൽ ആക്കി ഫിക്സ് ചെയ്തിട്ട് എത്ര പേരാണ് ബാക്കി രണ്ടും ഉപയോഗിച്ചെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ മിസ്സിന്റെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്ന ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലും വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാലോ? കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ ആസ് ഫ്രാക്ഷൻസ്. നമുക്കിവിടെ ഫ്രാക്ഷൻസിനെ പവർ ഇട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫ്രാക്ഷൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 3/2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 3/2നെ നമ്മൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ന്യൂമറേറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 9. 9 ഇൻറ്റു 3 വിൽ ബി ഈക്വൽ ടു 27. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഡിനോമിനേറ്റേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 വിൽ ബി ഈക്വൽ ടു 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 ഹോൾ ക്യൂബ് വിൽ ബി ഈക്വൽ ടു 27/8. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 3/5 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3/5 ഇൻറ്റു 3/5 അതായിരിക്കുമല്ലോ. സോ 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 ആണ്. 9 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, അമൃത പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരുന്നു? 2 ഇൻറ്റു 3/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കണേ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് എത്രയായിരിക്കും? 4 പ്ലസ് 3 എത്രയാണ്? 7/2. 7/2 ഹോൾ സ്ക്വയർ. അതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് എന്താ വേണ്ടത്?
7/2 ഹോൾ സ്ക്വയർ ആണ് വിൽ ബി ഈക്വൽ ടു 7/2 ഇൻറ്റു 7/2 വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും 49/4. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഈച്ച് പ്രൊഡക്റ്റ് ബിലോ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. അതായത് നമുക്ക് താഴെ 2 പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഈ 2 പ്രൊഡക്ട്സിനെയും നമ്മൾ പ്രൈംസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പ്രൈംസിൻ്റെ പവേഴ്സ് ആക്കി എഴുതണം. ഓൾസോ അതെന്ന് പറയുന്നത് എന്തായിരിക്കണം? അവരുടെ പ്രൊഡക്റ്റും ആയിരിക്കണം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 75 ഇൻറ്റു 45 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഈ 75നെ നമുക്ക് എന്താക്കി എഴുതാം? 3 ഇൻറ്റു 25 എന്ന് എഴുതാം. 3 ഇൻറ്റു 25 എന്ന് പറയുന്നതാണ് എന്ത്? 75 അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് ആക്കിയിട്ട് എഴുതണം എന്നാണ്. സോ ഇവിടെ വരുന്ന പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഇതൊരു പ്രൈം നമ്പറാണ്, 3 ആണ്. പിന്നെ 25നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഒരു പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ ക്യൂബ് ഒക്കെ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. അതെങ്ങനെയായിരിക്കും? 25നെ നമുക്ക് എന്താക്കി എഴുതാം? 5 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 75നെ ടോട്ടലി നമുക്ക് 3 ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 75 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 സ്ക്വയർ. അടുത്തത് വരുന്നത് എന്താണ്? 45 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 9 ഇൻറ്റു 5 ആണ്. സോ ഇതിൽ 5 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പ്രൈം നമ്പർ ആണ്. നെക്സ്റ്റ് വരുന്നത് 9നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 സ്ക്വയർ ഇൻറ്റു 5 എന്ന് എഴുതാം. 3 സ്ക്വയർ ഇൻറ്റു 5. സോ 45 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 5. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈ ഒരു 75 ഇവിടെ 75 ഉണ്ട് കേട്ടോ. 75 ഇൻറ്റു 45നെ നമുക്ക് 3 ഈ 75ന് വരെ നമുക്ക് എന്ത് എഴുതാം? 3 ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഈ പവേഴ്സിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പവേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 3 സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 പവേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 3 റേസ് ടു 1 + 2 വിൽ ബി ഈക്വൽ ടു 3 ക്യൂബ്. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 3 സ്ക്വയറിനെ നമ്മൾ 3 ക്യൂബ് എന്ന് എഴുതി. ആൻഡ് 5 സ്ക്വയർ അതിനെ നമ്മൾ എങ്ങനെ എഴുതുക? 5 സ്ക്വയർ ഇൻറ്റു 5 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 റേസ് ടു 2 + 1 വിൽ ബി ഈക്വൽ ടു 5 ക്യൂബ്. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാം? 3 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. അപ്പോൾ നമുക്ക് ഈ 75 ഇൻറ്റു 45നെ എന്താക്കി എഴുതാം? 3 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി? പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? 96 ഇൻറ്റു 144. അപ്പോൾ 96നെ നമുക്ക് എന്താക്കി എഴുതാം? 8 ഇൻറ്റു 3 എന്ന് എഴുതാം. ഓക്കെ, സോ വിൽ ബി ഈക്വൽ ടു 8ന് നമുക്ക് 2 റേസ് ടു 5 എന്ന് എഴുതാം. ഓക്കെ, സോ 96 വിൽ ബി ഈക്വൽ ടു 2 റേസ് ടു 5 ഇൻറ്റു 31. പിന്നെ നമുക്കറിയാം 144 എന്ന് പറയുന്നത് 12ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 12നെ നമുക്ക് എന്താക്കി എഴുതാം? 4 ഇൻറ്റു 3 എന്ന് എഴുതാം. ഓക്കെ, ഈ 4നെ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം? നമുക്ക് 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 12നെയാണ് നമ്മൾ 4 ഇൻറ്റു 3 എന്ന് എഴുതിയത്. ഇവിടെ ഒരു പവർ ഉണ്ട് 2, അത് എടുത്തെഴുതണമല്ലോ. നമുക്ക് എന്ത് എഴുതാം? 144നെ 2 സ്ക്വയർ ഇൻറ്റു 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻറ്റു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 പവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആ 2 പവേഴ്സും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ 2 പവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 റേസ് ടു 2 ഇൻറ്റു 2 എന്താണ്? 4 ആണ്. സോ 2 റേസ് ടു 4 ഇൻറ്റു 3 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ 144നെ നമുക്ക് 2 റേസ് ടു 4 ഇൻറ്റു 3 സ്ക്വയർ എന്നും 96നെ നമുക്ക് 2 റേസ് ടു 5 ഇൻറ്റു 3 റേസ് ടു 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 96 ഇൻറ്റു 144ന് പകരം 96നെ നമ്മൾ എന്ത് എഴുതി? 2 റേസ് ടു 5 ഇൻറ്റു 3 റേസ് ടു 1 ആൻഡ് 144നെ നമ്മൾ 2 റേസ് ടു 4 ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2ഉം ഇവിടെയും 2 തന്നെയാണ്. സോ 2 5 + 4 into 3 raised to 1 plus 2 will be equal to 2 raised to 9 into
3/3. അപ്പോൾ ഇവിടെയും നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ പവറിൻ്റെ പ്രൊഡക്റ്റാക്കി ഈ രണ്ട് പ്രൊഡക്റ്റിനെയും നമ്മൾ എഴുതി. ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എഴുതി. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് 72 × 175 ആണ്. അപ്പോൾ നോക്കിക്കേ, 72 എന്ന് പറയുന്നത് 8 × 9 ആണ്. 72 = 8 × 9. 8നെ നമുക്ക് എന്താക്കി എഴുതാം? 2/3 എന്ന് എഴുതാം. 9നെ നമുക്ക് എന്താക്കി എഴുതാം? 3². നമുക്കറിയാവുന്ന കാര്യമാണ് 3² ആണെന്ന്. 175നെ നമുക്ക് എന്തെഴുതാം? 25 × 7 എന്ന് എഴുതാം. 25 will be equal to 5² and 7നെ 7/1 എന്ന് എഴുതാം. 72 × 175 will be equal to എന്തായിരിക്കും? 2³ × 3² × 5² × 7/1. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ എന്താക്കി എഴുതി? പ്രൊഡക്റ്റിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് കോഷ്യൻസ്. അതായത് 1440 ഡിവൈഡഡ് ബൈ 120. അത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഓൾസോ 729 ഡിവൈഡഡ് ബൈ 7 ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 1440നെ നമുക്കറിയാം 1440 is equal to 144 × 10. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ആക്കി പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കി വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ 144നെ നമുക്ക് എന്തെഴുതാം? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 12² ആണെന്ന്. 12² × 10. ഓക്കെ, ഈ 12²നെ ഈ 12നെ നമുക്ക് എന്താക്കി എഴുതാം? 2² × 3. ഓക്കെ, പിന്നെ അവിടെ ഒരു പവർ ഉണ്ട് 2 × 10നെ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം? 5 × 2 എന്ന് എഴുതാം. 2/1 × 5/1. ഇത്ര എഴുതി കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2² × 2/1 എന്നല്ലേ? 2² × 2/1. അപ്പോൾ ഇത് രണ്ടും കൂടെ, ഈ രണ്ട് പവേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/2 + 1 × പിന്നെന്താ ഉള്ളത്? 2² whole² എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? 2² whole² × 3² × 2/1 × 5/1. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 2/4 × 3² × 2/1 × 5/1. ഓക്കെ, അപ്പോൾ ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. സോ ആ രണ്ട് പവേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 2/4 + 1 2/5 × 3² × 5/1 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 120നെ നമുക്ക് എന്താക്കി എഴുതാം? 120 will be equal to 12 × 10. 12നെ നമ്മൾ 2² × 3 എന്ന് എഴുതി. ആൻഡ് 10നെ നമ്മൾ 2 × 5 എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനി ഈ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കുക. സോ 120 will be equal to ഇതെങ്ങനെയാണ് വന്നത്? 2/3 എന്ന് 2² × 2 × 3 × 5 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2/2 + 1 × 3 × 5. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2/3 × 3 × 5. ഓക്കെ, അപ്പോൾ 120 എന്ന് പറയുന്നത് 2/3 × 3/1 × 5/1 എന്നാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു കോഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്യാണ്. സോ 1440നെ നമുക്ക് 2/5 × 3² × 5/1 എന്നും 120നെ നമുക്ക് 2/3 × 3/1 × 5/1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. സോ 2/5 - 3 × 3/2 - 1 × 5/1 - 1. അതെത്രയും കിട്ടുക? നോക്കിക്കേ, 2/5 - 3 2² × 3/2 - 1 3/1 × 5/1 - 1 5/0. നമുക്കറിയാം എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1. 2² എന്ന് പറയുന്നത് 4 ആണ്. 3
റേസ് ടു 1 3 ആണ്. ആൻഡ് ദിസ് 4 × 3 × 1 എന്ന് പറയുന്നത് 12 ആണ്. സോ ആൻസർ നമുക്ക് 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 729 ഡിവൈഡഡ് ബൈ 27. അപ്പോൾ ഈ 729 നമുക്ക് 3�6ന്ന് എഴുതാം. 27 നമുക്ക് 3�3 എന്ന് എഴുതാം. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ്? 3 × 3 × 3 ആണ് 27. ആൻഡ് വീണ്ടും ഈ ഒരു 27 × 27 എന്ന് പറയുന്നതാണ് എന്ത്? 729. അപ്പോൾ 3 × 3 × 3 എന്ന് പറയുന്നതാണ് 729. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3�6 729 ഡിവൈഡഡ് ബൈ 27 3�6 ഡിവൈഡഡ് ബൈ 3�3. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 3�6 minus 3 will be equal to 3�3 and it is equal to 27. So the fraction 729 divided by 27 is equal to 27. Clear അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ ബിലോ. ഓക്കെ, നമുക്ക് താഴെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ ഓരോ നമ്പേഴ്സിൻ്റെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നോക്കിക്കേ, 36നെ നമ്മൾ ആദ്യം തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടേഴ്സ് ഓഫ് 36നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ആസ് പവേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ്, അതായത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതാം 36നെ. ഓക്കെ, ആൻഡ് ഇവിടെ വരുന്ന നമ്പർ, ഇനി നമ്മൾ പവേഴ്സ് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ പവറിനെ നമ്മൾ P1 എന്നും ഈ പവറിനെ നമ്മൾ P2 എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? P1 + 1 ഇൻറ്റു P2 + 1. ഇവിടെ 2 യൂണീക്ക് പെയേഴ്സ് ആണ്, രണ്ട് പവേഴ്സ് ആണ് ഉള്ളത്. സോ നമ്മൾ P1 ആൻഡ് P2 എന്നെടുക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വിൽ ബി ഈക്വൽ ടു, ഇവിടുത്തെ P1 എന്ന് പറയുന്നത് 2 ആണ്. 2 + 1 ഇൻറ്റു 2 + 1. 2 + 1 എത്രയാണ്? 3 ആണ്. ആൻഡ് അഗെയിൻ 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. സോ 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 36 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് വരുന്നത് 84 ആണ്. സോ 84നെ നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വരിക? 2 സ്ക്വയർ ഇൻറ്റു 3�1 ഇൻറ്റു 7�1. ഇതെങ്ങനെ കിട്ടിയേ? നമുക്ക് 84നെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 242 221. ഇതിനെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തു 7. അപ്പോൾ എന്ത് കിട്ടും? 2 സ്ക്വയർ ഇൻറ്റു 3�1 ഇൻറ്റു 7�1. അങ്ങനെയാണ് നമ്മൾ പവേഴ്സ് ഓഫ് പ്രൈം നമ്പർ ആയിട്ട് എഴുതണേ കേട്ടോ. ഓക്കെ, അപ്പോൾ 84 എന്ന് പറയുന്നത് 2 സ്ക്വയർ ഇൻറ്റു 3�1 ഇൻറ്റു 7�1. അപ്പോൾ ഇതിൽ P1 P2 ആൻഡ് P3 ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് P1, ഇത് P2 ആൻഡ് ദിസ് ഈസ് P3. സോ ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് P1 + 1 ഇൻറ്റു P2 + 1 ഇൻറ്റു P3 + 1. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 + 1 ഇൻറ്റു 1 + 1 ഇൻറ്റു 1 + 1. അപ്പോൾ 2 + 1 3 ആണ്. സോ 3 ഇൻറ്റു 1 + 1 2 ആണ്. അഗെയിൻ 1 + 1 2 ആണ്. സോ 3 into 2 into 2 will be equal to 12. Okay, so the number of factors of 84 will be equal to 12. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? the factors of 144. അതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ we will be getting as 2⁴ into 3 സ്ക്വയർ. സോ ഇതിൽ P1 4 ആണ്, P2 എന്ന് പറയുന്നത് 2 ആണ്. സോ ദി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വിൽ ബി ഈക്വൽ ടു P1 + 1 ഇൻറ്റു P2 + 1. സോ ദി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇവിടെ P1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 + 1 ഇൻറ്റു P2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ 4 + 1 ഇൻറ്റു 2 + 1. 4 + 1 5 ആണ്. 5 ഇൻറ്റു 2 + 1 3 ആണ്. സോ 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 15. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോർ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദി ലാർജസ്റ്റ് കോമൺ ഫാക്ടേഴ്സ്. നമുക്ക് 2 പെയർ ഓഫ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്.
അതിലെ കോമൺ ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കുക എങ്ങനെയാണ് ചെയ്യണേന്ന്. ആദ്യം തന്നെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരിക? പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 48 വിൽ ബി ഈക്വൽ ടു 2 raised to 4 into 3 raised to 1 and prime factors of 180 എന്ന് പറയുന്നത് 2 square into 3 square into 5 raised to 1. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പ്രൈംസ് ഏതൊക്കെയാ? ഇതിലുണ്ട് 2, ഇതിലുണ്ട് 2 ആൻഡ് ഇതിലുണ്ട് 3, ഇതിലുണ്ട് 3. സോ കോമൺ പ്രൈംസ് എന്ന് പറയുന്നത് 2 and 3 ആണ്. ഓക്കെ, ആൻഡ് ഇതിൽ വരുന്ന ഏറ്റവും ലോവസ്റ്റ് പവേഴ്സ് വേണം നമ്മൾ എടുക്കാൻ. സോ 2 raised to 4 ആണോ 2 raised to 2 ആണോ വലുത്? 2 raised to 4 ആണ് വലുത്. സോ നമ്മൾ 2 raised to 2 വേണം എടുക്കാൻ. ആൻഡ് 3 സ്ക്വയർ ആണോ 3 raised to 1 ആണോ വലുത്? വലുത് എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. സോ വി ഹാവ് ടു ടേക്ക് 3 raised to 1. സോ നമ്മുടെ ലോവസ്റ്റ് പവേഴ്സ് എന്ന് പറയുന്നത് 2 സ്ക്വയർ ആൻഡ് 3 raised to 1 ആണ്. സോ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെടുത്ത രണ്ട് ലോവസ്റ്റ് പവേഴ്സും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 സ്ക്വയർ ഇൻറ്റു 3 raised to 1, 4 into 3 വിൽ ബി ഈക്വൽ ടു 12. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 90 ആണ് ചോദിച്ചിരിക്കുന്നത്. 90 ആൻഡ് 150 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് തന്നെ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 90 കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് 2 raised to 1 into 3 square into 5 raised to 1 ആണ്. നെക്സ്റ്റ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 150 2 raised to 1 into 3 raised to 1 into 5 square. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന പ്രൈംസ് ഏതൊക്കെയാ? 2 രണ്ടിലും വരുന്നുണ്ട്, 5 രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ എടുക്കുന്നത് എന്താ? ഏറ്റവും ലോവസ്റ്റ് പവർ ഏതാണ്? സോ ഇതിൽ രണ്ടിലും ലോവസ്റ്റ് പവർ 2 raised to 1, രണ്ടും ലോവസ്റ്റ് ആണ്. 3 raised to 1 ആണ് അടുത്ത് വരുന്നത്. ദെൻ 5 raised to 1. പിന്നെ വരുന്നത് 5 raised to 1 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂന്ന് പവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 raised to 1 into 3 raised to 1 into 5 raised to 1 എന്ന് പറയുന്നത് 2 into 3 into 5 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 30. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ, ഫൈൻഡ് ദി അൺനോൺ ആംഗിൾ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. അപ്പോഴേക്കും മിസ് ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു തരാം കേട്ടോ.
ബി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഓൾറെഡി 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എഫ് സി ബി ആ ഒരു ആംഗിൾ നമുക്ക് 60 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാരലൽ ലൈൻ വരച്ചു. പാരലൽ ലൈൻ വരച്ചിട്ട് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ എ ബി ഡി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണെന്ന് നമുക്ക് പറയാം. ആ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ള സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എ ബി ഡി ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് കിട്ടും. ആൻഡ് എഫ് സി ബി എന്നുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഡി ബി സി എന്നുള്ള ആംഗിൾ എത്രയാണെന്ന് നമുക്ക് എഴുതാം, 60 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്തായിരുന്നു, ഈ ആംഗിൾ ബി ആണ്. സോ ഈ ആംഗിൾ മൊത്തത്തിലുള്ള ആംഗിൾ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കൂടെ സം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള ആംഗിൾ കിട്ടില്ലേ. അപ്പോൾ അത് എത്രയായിരിക്കും, 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2 vertical lines in the figure are parallel, find the unknown angle shown in the figure. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു എന്താണ് 2 പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഇവിടുത്തെ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് ആംഗിൾ. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ആൻഡ് ദിസ് ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പിക്ചറിലെ പോലെ ഇവിടെ ഒരു പാരലൽ ലൈൻ വരച്ചു. അതായത് ഈ ലൈനിനും പാരലായിട്ട് വരുന്ന ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ ആ ലൈനിനെ പി ക്യൂ എന്ന് നെയിം കൊടുത്തു. ആൻഡ് ഇവിടെ നമ്മൾ എ ബി എന്നും അതുപോലെ ഈ പാരലൽ ലൈൻ നമ്മൾ സി ഡി എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ലൈൻ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ 30 ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ എ ക്യു പി എന്ന് പറയുന്ന ആംഗിൾ വിൽ ബി ഓൾസോ ഈക്വൽ ടു 30 ഡിഗ്രി. കാരണം എന്താ, ഓപ്പോസിറ്റ് ആംഗിൾസ്, ഓക്കെ, പാരലൽ ലൈൻസിൻ്റെ വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ ഡി സി ക്യു എന്ന് പറയുന്ന ആംഗിൾ 40 ആണെന്നുണ്ടെങ്കിൽ ഈ പി ക്യു സി എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊത്തത്തിൽ ഈ ഒരു ആംഗിൾ ക്യൂ ആണ്. നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക, ഈ 2 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ മതി. സോ ആംഗിൾ ക്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. സോ ഈ ആംഗിൾ മൊത്തത്തിൽ 70 ഡിഗ്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലലോഗ്രാം, കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ്, ഈ ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ ഒരു ഫിഗറിൽ, ഓക്കെ, ഇത് എ ആൻഡ് ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് ഡി. അങ്ങനെ നമ്മൾ നെയിം കൊടുത്തു. അങ്ങനെ നെയിം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം, ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം, ആൻഡ് ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഡി ആൻഡ് ബി, അതായത് ഈ ആംഗിൾ ഡി ആൻഡ് ആംഗിൾ ബി എന്ന് പറയുന്നത് ഈ ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. സോ ആംഗിൾ ബി വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഡി ആൻഡ് അതെന്ന് പറയുന്നത് 105 ഡിഗ്രിയാണ്. സോ മൊത്തത്തിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 105 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി 105 ഡിഗ്രി. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഇത് മൊത്തത്തിൽ വരുന്നത് 105 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 105ൽ നിന്ന് നമ്മൾ 50 ഡിഗ്രി മൈനസ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 55 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി, 55 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ആംഗിൾസും, ആംഗിൾ എ ആൻഡ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ഡി, ഈ 2 ആംഗിൾസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവരുടെ സം എന്ന് പറയുന്നത് എന്താണ്, 180 ആണ്. കാരണം എന്താ, അവർ രണ്ടുപേരും കൊലീനിയർ പെയേഴ്സ് ആണ്. സോ കൊലീനിയർ പെയേഴ്സിൻ്റെ 2 ആംഗിൾസിനെയും സം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 180 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി വിൽ ബി ഈക്വൽ ടു 180. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എ മൊത്തത്തിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, 180 നിന്ന് ഈ 105 ആംഗിൾ ഡി
സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 75 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ മൊത്തത്തിൽ എത്രയാണ്? 75 ഡിഗ്രിയാണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 75-ന്ന് 20 മൈനസ് ചെയ്യുക. അപ്പോൾ അത് എത്രയായിരിക്കും? 55 ഡിഗ്രി. സോ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് കിട്ടി. അത് എത്രയാണ്? ഈ ആംഗിള് 55 ഡിഗ്രി ആൻഡ് ഈ ആംഗിളും 55 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതിൻ്റെ വരുന്ന എല്ലാ ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, അപ്പോൾ 180 മൈനസ് ഈ രണ്ടിൻ്റെയും സം എടുത്തിട്ട് 180യിൽ നിന്ന് ആ സമ്മിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ കിട്ടും. സോ 180 മൈനസ് 55 പ്ലസ് 55 വിൽ ബി ഈക്വൽ ടു 180 മൈനസ് 110 ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ദ സം ഓഫ് കൊലീനിയർ പെയേഴ്സ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്നത് 33 ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്താൽ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് തരുന്നത് വിദ്യാഭ്യാസമാണ്. സോ വിദ്യാഭ്യാസം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി വിദ്യാഭ്യാസം പഠിപ്പിച്ചു തരൂ കേട്ടോ. ഓക്കെ, മിസ്സിൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന പോലെ ഇനി ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കിയുള്ളൂ. അതും കൂടി നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്തിനാണ് നിങ്ങൾ ടേം 1ലെയും ടേം 2ലെയും മാർക്ക് വെറുതെ കളയുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹാഫ് ദി ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്, a third of them are in the math club. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിൽ പകുതി കുട്ടികൾ ഗേൾസ് ആണ്. അതിൻ്റെ 1/3 എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഇൻ മാത്ത് ക്ലബ്. അത് മാത്സ് ക്ലബിലുള്ള കുട്ടികളാണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ചിൽഡ്രൻ ആർ ദേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ഹാഫ് ഓഫ് ദി ക്ലാസ്. ഓക്കെ, ഒരു നല്ല പെൻ കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഹാഫ് ഓഫ് ദി ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ഗോയിങ് ടു ബി ഗേൾസ്. ഇനി ഹാഫ് ഓഫ് ദാറ്റ്, half of the 1/3 of half, that is 1/6 part എന്താണ്? ഗേൾസ് ആണ്. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. സിമ്പിൾ ആണല്ലോ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആണല്ലേ? യാ, അപ്പോൾ ആൻസർ എന്താണ്? ഇതാണ് കേട്ടോ. 1/6 എന്ന് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടില്ല. 1/6 ഓഫ് ദി ടോട്ടൽ ചിൽഡ്രൻ എന്നവിടെ ആൻസർ വരണം. 1/6 ഓഫ് ടോട്ടൽ ചിൽഡ്രൻ. ഇതെല്ലാം ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ ഓഫ് ദി ടോട്ടൽ ചിൽഡ്രൻ. ഓക്കെ, ദാറ്റ് ഇസ് 1/3 ഓഫ് 1/2 ഓഫ് ടോട്ടൽ ചിൽഡ്രൻ. അതുപോലെ തന്നെ 1/6 ഓഫ് ടോട്ടൽ ചിൽഡ്രൻ. ടോട്ടൽ ചിൽഡ്രനെ വെച്ചിട്ടാണ് 1/2ഉം 1/6ഉം ഒക്കെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് draw the right angle whose sides are 4 cm, 12 cm and 10 cm. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ഒരു 12 cm എന്തെടുക്കുന്നുണ്ട്? ബേസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അതല്ലാതെയും നിങ്ങൾക്ക് ചെയ്യാം. സോ 12 cm വരയ്ക്കുമ്പോൾ കൃത്യമായി സ്കെയിൽ നേരെ വെച്ച് തന്നെ വരയ്ക്കുക, കറക്റ്റ് ലേബൽ ചെയ്യുക. ആൻഡ് 4 cm നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ ചൂസ് ചെയ്തിട്ട് ആർക്ക് ഇവിടെ കട്ട് ചെയ്യിക്കുക. അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്ററിനും ആർക്ക് കട്ട് ചെയ്യിക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണം അവരെ ജോയിൻ ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് ജോയിൻ ചെയ്യിക്കുക, നീറ്റായിട്ട് വരയ്ക്കുക. 4 cm, 12 cm. ഓക്കെ, സോറി 10 cm. കറക്റ്റ് സ്കെയിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം എപ്പോഴും ആ ആർക്ക് ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. മെത്തേഡ് എഴുതാൻ പറഞ്ഞാലും ആർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് തന്നെ നിങ്ങൾ പറയുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഫിഗർ ഒന്ന് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നോട്ട് ചെയ്യാത്തവരൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 2/5 ഓഫ് ദി കേക്ക് ഇസ് ഈറ്റൺ. ഓക്കെ, ഒരു കേക്ക് ഉണ്ട്, ആരുടെയോ ഒരു ബർത്ത്ഡേ പാർട്ടി. ഓക്കെ, സേ എന്തെങ്കിലും ഒരു കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റോ റെഡ് വെൽവെറ്റോ ഒരു കേക്ക് നമ്മുടെ കയ്യിലുണ്ട്. എന്താ ചെയ്യുക? ജസ്റ്റ് കട്ട് ചെയ്ത് പീസസ് ആക്കി കഴിക്കും അല്ലേ? പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. എന്താണ്? 2/5. ശ്രദ്ധിക്കുക, 2/5. കേക്കിൻ്റെ 2/5 ആണ് കഴിച്ചിരിക്കുന്നത്. ആരാണ്? ആരെങ്കിലും കൂട്ടിക്കോളൂ. മിസ് 2/5 പാർട്ട് കഴിച്ചു. അല്ലെങ്കിൽ ക്ലാസ് കാണുന്ന ആരാ? അമൃത 2/5 പാർട്ട് കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ളത് എന്താണ്? 2/5 പാർട്ട് ഓഫ് ദി കേക്ക് സീറ്റാണ്. എപ്പോഴും നമ്മൾ ഹോൾ എന്ന് പറയുന്നത് 1 ആയിട്ട് കൂട്ടും കേട്ടോ. 1 പാർട്ടായിട്ട് കൂട്ടും. ഓക്കെ, അപ്പോൾ 2/5 കഴിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്?
ബാക്കി നമ്മൾ യൂഷ്വലി പറയുകയാണെങ്കിൽ ബാക്കി ഉണ്ടാവില്ല അല്ലേ, നമ്മൾ അടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഡിവൈഡ് ചെയ്താൽ കേക്ക് തീർക്കും. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് വേണം, ബാക്കി കണ്ടുപിടിക്കണം അല്ലേ. സോ 1 - 2/5. ശ്രദ്ധിക്കുക, 2 ഓപ്ഷൻസ് യു ഹാവ്. ഒന്നിലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ LCM ഓക്കെ ആക്കണം. ലൈക്ക് 1ന്റെ താഴെ ഒരു ഡിനോമിനേറ്ററും കൂടി നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ എന്താ വരുന്നത്? സോ ഹിയർ ജസ്റ്റ് 5 - 2/5. സോ വി ഗെറ്റ് ദി ആൻസർ ആസ് 3/5. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേക്കിൻ്റെ 3/5 പാർട്ടാണ് റിമെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇതാ, ഇതിനെ ഫസ്റ്റ് നിങ്ങൾ ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. നോക്കിക്കേ, 3 numbers after the decimal point. സോ എനിക്കിതിനെ 13 ഒന്നുകൂടി എടുക്കാം. സോ ഇതിനെ 13/1000 ഇൻറ്റു 13/1000 എന്നെടുക്കാം. വാട്ട് ഈസ് 13 × 13? 13 സ്ക്വയർ 169/6 zeros അതെ 1 2 3 4 5 6. അപ്പം മുകളിലത്തെ പാട്ട് നമ്മൾ ക്ലിയർ ആക്കി. ഇതിനെങ്ങനെ എഴുതാം? 4 എന്തുണ്ട്, there are 4 zeros there. 4 zeros അവിടെ വരണം അല്ലേ. സോ 169 എന്താ വരുന്നത്, 10,000 വരണം. കറക്റ്റ് അല്ലേ? 169 വരുമ്പോഴത്തേനും 1 2 3 4 ഈ ഒരു നമ്പറായിട്ട് കിട്ടും. ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, this one divided by 169/10,000 ആണ്. ഇവിടെ ഞാൻ എപ്പോഴും ഇത് പറയുമ്പോഴത്തേനും ഒരു കോഡാ പറയാറ്. ഓക്കെ, KCF. KCF എന്താണെന്ന് അറിയാമോ? നിങ്ങൾ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പോകുന്ന KFC അല്ല കേട്ടോ, KCF. എന്താണ് KCF എന്ന് പറയുന്നത്? കീപ് ചേഞ്ച് ഫ്ലിപ്പ്. ഓക്കെ, കീപ് ചേഞ്ച് ഫ്ലിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഡിവിഷൻ വരുമ്പോഴത്തേനും ഫസ്റ്റ് നമ്പർ അവിടെ വെക്കുക, സൈൻ ചേഞ്ച് ചെയ്യുക, യു ഫ്ലിപ്പ് ദിസ് അപ്പ്. ഓക്കെ, സോ 169 by the number into 10,000 by 169. cut it off. വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയുക. 1 2 4 zeros ഉണ്ട്. ആ പണി അവിടെ കഴിഞ്ഞു. സോ ദി ആൻസർ ഇസ് 1/100. 1/100 വരുമ്പോൾ 1 2 ആഫ്റ്റർ 2 decimal points you need 1 2 numbers. 0.01 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, 0.01 ഇത്ര ചെയ്തിട്ടുള്ളൂ. ആ റൂളൊന്നും ആലോചിച്ച് നോക്കി. എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിവിഷൻ വരുമ്പോൾ. സോ കീപ് ദ ഫസ്റ്റ് ഫ്രാക്ഷൻ, ചേഞ്ച് ദി സൈൻ, ഫ്ലിപ്പ് ഇറ്റ് അപ്പ്. അതാണ് കീപ് ചേഞ്ച് ഫ്ലിപ്പ് വെച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് ചെയ്യാമല്ലോ. ഓക്കെ, അടുത്തത്. സോ രാജു ഹാസ് an amount of 120 rupees and Mary has 180 rupees. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, എന്ത് റേഷ്യോ, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് എമൗണ്ട്സ് മേരി ആൻഡ് രാജു ഹാവ്? മേരിക്കും രാജുക്കും ഉള്ള എമൗണ്ട്സിൻ്റെ റേഷ്യോ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക, ഫസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 120:180 എഴുതാനായിട്ടും. അതാണോ ചോദിച്ചിരിക്കുന്നത്? മേരി വിത്ത് രാജു. ഫസ്റ്റ് വരേണ്ടത് മേരിയാണ്. അപ്പോൾ 180:120 ആണ് വരേണ്ടത്. സിംപ്ലിഫൈ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. റേഷ്യോ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് നമ്പർ, ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ 120 180 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 180/120 എന്നുള്ള രീതിക്കും ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ കട്ട് ചെയ്ത് കളയാം? ഇതിനെ നമുക്ക് 18:12 എന്ന രീതിക്ക് ഷോർട്ട് ആക്കാം. പിന്നെ എന്താണ്, 2 എത്ര ടൈംസ് പോവും? 6 ടൈംസ് പോവും. 9 ടൈംസ് പോവും. അഗെയിൻ ഐ ടേക്ക് 3 2s are 6, 3 3s are 9. So we get it as 3:2. Okay, so we get it as 3:2. ക്ലിയർ ആണല്ലോ? നേരെ തിരിച്ച് രാജു ഇസ്റ്റ് മേരി ആയിരുന്നെങ്കിൽ we get it as 2:3. ഓക്കെ, നീ ആ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ, നമുക്ക് പ്രോബ്ലംസ് മിസ്സാവേ. അടുത്തത്, മദർ ഗേവ് 60 rupees more to മേരി. മേരിക്ക് 60 രൂപയും കൂടി അമ്മ കൊടുത്തു. അപ്പോൾ എത്രയായി? ഇപ്പോൾ 180 ആയിരുന്നു, പ്ലസ് 60 കൂടി കൊടുത്തു. സോ ഹി ഹാസ് 240 rupees. ഇതേ റേഷ്യോയിലേക്ക് വരണമെങ്കിൽ രാജുവിന് എത്ര എമൗണ്ടും കൂടി വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 240 some amount will give you the same 3:2. ഓക്കെ, സോ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 240/3 is some amount by 2, റൈറ്റ്? ഇനി എന്ത് ചെയ്താൽ മതി? 240 into 2/3 which is equal to x. ഓക്കെ, സോ ഇവിടെ എന്താ വരുന്നത്? 3 8. സോ 8 into 2 എമൗണ്ട് എത്രയാണ്? 160 ടോട്ടൽ ആട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ കോമൺ ആയിട്ട് നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കും. എന്താ വരുന്നത്?
160 ആണ് രാജുവിൻ്റെ കയ്യിൽ മൊത്തം വേണ്ട പൈസ. ഓൾറെഡി 120 ഉണ്ട്, ആ ഡിഫറൻസ് എടുക്കണം കേട്ടോ. അപ്പോൾ എമൗണ്ട് രാജു നീഡ്സ് 160. ഓക്കെ, അതൊരു ഈക്വൽ ടു ആയിരുന്നു. ഓക്കെ, സോ യെസ് ദാറ്റ് ഇസ് 160 മൈനസ് എത്രയായിരുന്നു രാജുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ? 120. സോ 120 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 40 അല്ലേ? 40 ആണ് വരേണ്ടത്. ഓക്കെ, ഇനി ഇതൊന്ന് റേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ അടുത്തത് എഴുതാം. ഓക്കെ, സോ if they divide 800 rupees in the same ratio, how much amount did each get? ഓക്കെ, അപ്പോൾ റേഷ്യോ എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു? 3:2 ആയിരുന്നു അല്ലേ? അപ്പോൾ മേരിക്ക് വരുന്നത് 800 ഇൻറ്റു, എപ്പോഴും റേഷ്യോ ചെയ്യുമ്പോൾ ടോട്ടൽ ആഡപ്പ് ചെയ്യുക. ടോട്ടൽ എന്ന് പറയുന്നത് 5 ആണ്. 3 + 2 5 ആണ്. അടുത്ത ആൾക്ക് കിട്ടുന്നത് 800 ഇൻറ്റു 2/5 ആണ്. രാജുവിന് 2/5ഉം മേരിക്ക് 3/5ഉം ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഈ സിംപ്ലിഫൈ ചെയ്യാനുള്ള ടാസ്ക് നിങ്ങൾക്ക് തരുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം ഒന്ന് കമൻസിൽ ആൻസർ അറിയിക്കുക. നിയാസെ പേര് വിളിച്ചു, നീ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, നിയാസ് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് കിട്ടാത്തവർ, എല്ലാ സ്റ്റെപ്പും തന്നെ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കിട്ടാത്തവർ എന്ത് ചെയ്യുക? ഇവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആൻസർ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, എവിടെ കമൻസിലെ ആൻസേഴ്സ് ഒന്നും കാണുന്നില്ല, നിങ്ങളുടെ ഉഷാറൊക്കെ പോയോ? ഓക്കെ, സോ എത്രയാണ്? സിംപ്ലിഫൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടേ, ഒന്ന് അറിയിച്ചേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചിരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് അതെൻ്റെ ചിരിയിലൂടെ അറിയാം. പക്ഷെ നിങ്ങൾ അത് അറിയിക്കണമെന്നുണ്ടെങ്കിൽ തംസപ്പ് തന്നെ ഇടണം കേട്ടോ. ഓക്കെ, സോ യെസ്, അപ്പോൾ 3:2 കിട്ടി. ഇതെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സിമ്പിളായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ രാജുവിന് കിട്ടുന്നത് 320ഉം മേരിക്ക് കിട്ടുന്നത് 480ഉമാണ്. ഓക്കെ, അടുത്തത് സിമ്പിളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഫുൾ എനർജിയിൽ ഒന്ന് ജോയിൻ ചെയ്തേ. ഫുൾ എനർജിയിൽ കമൻറ്റ് സെക്ഷൻ ഒന്ന് ആക്റ്റീവ് ആക്കിക്കേ. നമുക്ക് നോക്കാം. റൈറ്റ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസിങ് ദി ലാംഗ്വേജ് ഓഫ് ഓൾജിബ്ര. When 15 is added to a number, any number, okay, A, B, C, D, any number you can choose. കൺവെൻഷൻ ആയിട്ട് നമ്മൾ എക്സ് എടുക്കുന്നു അല്ലേ? അറിയാത്ത നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ ആലോചിക്കുന്നത്? എക്സ്. അപ്പോൾ എക്സിൻ്റെ കൂടെ 15 ആഡ് ചെയ്യുന്നു. എക്സ് ആഡഡ് ടു 15, ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ദാറ്റ് നമ്പർ. എക്സ് ആയിരുന്നു ആ നമ്പർ. എക്സിൻ്റെ കൂടെ എന്താണ്? 15 ആഡ് ചെയ്യുമ്പോൾ 3 ടൈംസ് സെയിം നമ്പർ കിട്ടുന്നു. ഇത് തന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ എക്സിനെ ഇങ്ങോട്ട് എടുത്തിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഒരെണ്ണം കഴിഞ്ഞല്ലോ. അടുത്തത്, ഇഫ് 25 is added to 3 times a number. ഓക്കെ, 25 is added to 3 times a number. ഇവിടെയും ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ എന്ന് എടുക്കാം, പി എടുക്കാം, ക്യൂ എടുക്കാം. ഓക്കെ, എനിത്തിങ് യു ക്യാൻ ടേക്ക്. സോ 25 added to 3 times a number. The result is, that means what you get is 70. Okay, ഇനി 1/3 of a number, 1/3 of a number. Okay, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 1/3 of a നമ്പറിനെ x/3 എന്ന് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. സോ 1/3 of a number when added to 1, 1/3 of a number when added to 1, ക്ലിയർ ആണല്ലോ? വിച്ച് ഗീവ്സ് ടു 15. ഓക്കെ, 1/4 ഓഫ് എ നമ്പർ എന്ന് വെച്ചാൽ x/4 എന്ന് വരണം. ഓക്കെ, എത്രയാണോ പറയുന്നത് അതനുസരിച്ച് അവിടെ ജസ്റ്റ് ആ നമ്പർ ഡിനോമിനേറ്റർ മാറ്റി കൊടുത്താൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇടും കേട്ടോ ആൻസർ. ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ആൻസേഴ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൈൻഡപ്പിന്